സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. अब इसमें अपार शक्ति आ गई है। मैं इस आत्मा पर जीत हासिल करके ही रहूंगा। सिर्फ ये ही हमारे कुल को सबसे ताकतवर बनाएगी। मैं नया रास्ता बनाऊंगा और ये करके रहूंगा। हेलो मम्मी।
ഇതിന് ഞാൻ പറഞ്ഞ കനമില്ലല്ലോ ഹരിലാലേ. തൽക്കാലം ഇത്രേ പറ്റത്തുള്ളൂ. പേശാതടാ പൊറുക്കി. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ബോണി ഒരിക്കലും പ്രതികരിക്കാതിരുന്നിട്ടില്ല. ഇനിയൊട്ട് പ്രതികരിക്കാതിരിക്കുകയുമില്ല. ദ ഗെയിം ചേഞ്ചസ്. ഞാനല്ല, അങ്ങേരാ. ഓ, ഇതൊരു പ്രതിപ്രവർത്തനായിരുന്നല്ലേ. ചേട്ടാ, എൻ്റെ ഉള്ള ബോധം പോണതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. മലയാളി, ഓ, എനിക്ക് ചേട്ടനൊരു ബിയർ മേടിച്ചു തരണം. സെയിം ബ്രാൻഡ്, സെയിം ML. ബിയറൊക്കെ മേടിച്ചു തരാം. പക്ഷെ നിന്റെ ആ മറ്റോടത്തെ പ്രതിപ്രവർത്തനത്തിനല്ല. നീ ഒന്ന് തണുക്കാൻ അത്രേ ഉള്ളൂ. ഓ, എന്നാ ഞാൻ ചേട്ടായിയുടെ ഐസ്ക്രീം ഒന്ന് തണുപ്പിക്കാം. അത് ന്യായം. ഒന്ന് Same but different. ഇതെന്താ പങ്കായോ? ഞാൻ ഇറങ്ങട്ടെ. പുള്ളിനെ ആശുപത്രി കൊണ്ടുപോകണട്ടാ. പോട്ടെട്ടാ. മാറി മാറി. ഫിലിപ്പിച്ചായ, പീക്ക് കവറിലുണ്ടായ നഷ്ടമാണ് 4,000 ഞങ്ങൾ പറഞ്ഞത് തന്നെ കുറവാണ്. 3 ലക്ഷത്തിൽ കൂടുതൽ 5 പൈസ തരികയില്ല. 3 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എന്നാ കുറവാ? എടോ, മര്യാദ കഴിക്കുന്ന ഒരുത്തരെ മരിക്കുന്നവരടിച്ചാൽ തീരുകയില്ല. 3 ലക്ഷം രൂപ അറിയോ? നിങ്ങൾ ഈ കണാകുട കപ്പച്ചക്കാന്ന് പറയാം. അപ്പന് 3.5 ലക്ഷം കൊടുക്കാൻ പറ്റുമോ? 3.5 ലക്ഷം കൊടുക്കാൻ പറ്റുമോ? കൊടുക്കുകയില്ല. ഇല്ല, തരാൻ പറ്റില്ല. എന്ത് ചെയ്യും? അല്ല ഡേവിഡ് ചേട്ടാ, ഓ, ഞാനവിടെ സ്ഥിരം കസ്റ്റമർ അല്ലേ. ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്നൊന്നുമല്ലോ. ബോണി, നമ്മൾ പറയുന്നൊന്ന് മനസ്സിലാക്കി. നമുക്കുണ്ടായ നഷ്ടം മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇതേ ബില്ല്. അതെ, എന്റെ സിബിയച്ച, എനിക്ക് മടുത്ത്. അങ്ങേര് അവിടെ കൊടുക്കുന്നതിന്റെ കണക്ക് ഞാൻ വേണം ഇരുന്ന് കേൾക്കാൻ. നീ അടങ്ങ്. ഇന്ന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കി തരാം. എന്നാണോ എനിക്ക് ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടുന്നത്? ആദ്യം അപ്പനെ കൊണ്ടായിരുന്നു. നാട് നീളെ അയാൾ തല്ലി നടന്നു. ഇപ്പൊ അപ്പനൊന്ന് അടങ്ങിയപ്പോ മോൻ കയറി അങ്ങ് വിരിഞ്ഞു. ഈ ജന്മത്തിൽ എനിക്ക് വിധിച്ചിട്ടില്ല സമാധാനം. ഇപ്പോഴും ആവശ്യം വരുമ്പോ കരയാനുള്ള നിന്റെ ആ കഴിവ് എന്റെ സ്വയമോ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഞാൻ കാപ്പി എടുക്കാം. ആ, കടുപ്പം കൂട്ടി മധുരം കുറച്ച്. മോളെ, തോംസനോട് പറഞ്ഞില്ലായിരുന്നോ ഞാൻ വന്നെന്ന്? വന്നോണ്ടിരിക്കുക. വരട്ടെ, അവനോടും ചിലത് പറയാനുണ്ട്. ഇന്നലെ ബാറിനകത്ത് തല്ലുണ്ടാക്കിയപ്പോ നീ ഇല്ലായിരുന്നോ? ഞാനുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ. എന്തായാലും 2 ഷട്ടറിന്റെ 4 മാസത്തെ വാടകയും കൊണ്ട് രാവിലെ ബാറുകാർ പോയി. ഇനി ഇങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അവന്റെ പട്ടിക്കടയിൽ നിന്റെ മാട്രിമോണി ഞാൻ എന്നേക്കായി പൂട്ടും. എന്നിട്ട് അത് വേറെ ആൺപിള്ളേർക്ക് വാടകയ്ക്ക് കൊടുക്കും. അന്നേരേക്ക് മോലാവും. അയ്യോ, അപ്പൊ അങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ. ഞാൻ അവനോടൊന്ന് സംസാരിക്കാം. മാറ്റം ഉണ്ടാവും. മാറ്റം ഉണ്ടാവും. എവിടുന്ന്? ഞാൻ തല്ലുണ്ടാക്കും, പക്ഷെ കോസ്റ്റ് നിൽക്കും. നിനക്കറിയാലോ. തുടങ്ങി.
തോംസ, നിന്നെ ഞാൻ ഇവിടെ കെട്ടിയവനായിട്ടാണോ കണ്ടേക്കുന്നത്? എന്റെ സ്വന്തം കുഞ്ഞായിട്ടല്ലേ? നീ അവന് വേണ്ടി പറ്റിയ ഒരു ആലോചന കൊണ്ടുപോടാ. ഞാൻ കൊണ്ടുവരാഞ്ഞിട്ടാണോ സ്വയം അവൻ അവന് മാറ്റം ഉണ്ടാവും, നോക്കിക്കോ. എന്റെ CBS അവനെ മാറ്റും. നിന്നെ ഉപദേശിച്ചിട്ട് എന്ത് കാര്യം? ഇതൊക്കെ പാരമ്പര്യമാടാ. നിന്നെക്കാ വലിയ തല്ലുകൊള്ളിയായിരുന്നു താഴെ ഇരുന്ന് കുറ്റം പറയുന്ന നിന്റെ തന്ത. ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ. അതൊന്ന് ശരിയാവണേ. എടാ സേഫ് കളിയാടാ. ലോകത്തെങ്ങും ഇല്ലാത്ത ഡിമാൻഡുള്ള ഒരു കൂട്ടര്. നീ ജസ്റ്റ് അവിടം വരെ ഒന്ന് പോകുന്നു, ആ കുട്ടിയെ ഒന്ന് കാണുന്നു, അവര് നിന്റെ വേണ്ടെന്ന് വെക്കുന്നു. വീട്ടിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവും. ഒരു 6 മാസത്തേക്ക് നമുക്ക് പിടിച്ചു നിൽക്കാം. എങ്ങനെയുണ്ട്? അവരെന്നെ വേണ്ടാന്ന് നോക്കുന്നു. നിനക്കെന്താ ഇത്ര ഉറപ്പ്? എടാ ഇതൊരു ഹൈ പ്രൊഫൈൽ കേസാ. ഷിംലന്ന് നാട്ടിൽ വന്ന് സെറ്റിൽ ആയ ഒരു അപ്പനും മോളും. അമ്മ നേരത്തെ മരിച്ചു പോയതാ. ഇനി അവർക്ക് എന്തായാലും നിന്നെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല, എന്റെ ഗ്യാരണ്ടി. എന്താ? അവിടെ JRF സ്റ്റുഡന്റ്. നീ കോളേജിന്റെ പടി കണ്ടിട്ടില്ല? അവിടെ റിട്ടയർഡ് മാത്സ് പ്രൊഫസറുടെ മകള്. ഇവിടെ കണ്ണിച്ചോരയില്ലാത്ത പെരുകാരന്റെ മോൻ. പിന്നെ അവിടെ ഫ്യൂച്ചർ സയന്റിസ്റ്റ്. നീ ഇട്ടാ വട്ടത്ത് പട്ടി വളർത്തും. ഇതൊന്നും പോരാഞ്ഞ് കല്യാണം കഴിഞ്ഞ് ചെക്കൻ പെണ്ണിന്റെ വീട്ടിൽ പോയി നിൽക്കണമെന്നൊരു ഡിമാൻഡ്. നീ ധൈര്യമായിട്ടിരിക്കളിയാ. ഇത് നടക്കാനേ പോകുന്നില്ല. അവര് നിന്നെ വേണ്ടെന്ന് വെച്ചിരിക്കും. ഞാൻ അവളെ പോയി കാണാം. പക്ഷെ ഒറ്റ കണ്ടീഷൻ. ഞാൻ അവളെ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ പുറം ലോകം അറിയാൻ പാടുള്ളൂ. ആയിക്കോട്ടെ, ഓക്കെ. മക്കളെ ഒന്ന് മറിക്കും, ഒന്ന് കണ്ടോളെ. ഇഷ്ടപ്പെട്ടില്ല സ്വയമേ വിളിച്ച് പറയട്ടെ. അതെ, ഇതിപ്പോ നിനക്ക് ഇഷ്ടപ്പെട്ടെന്ത് കാര്യം ആ കുട്ടിക്ക് ഇഷ്ടപ്പെടണ്ടേ? ഇനിയിപ്പോ ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചോ, നിന്റെ വീട്ടുകാരെ സമ്മതിക്കണ്ടേ? ആകെ നിന്റെ ഡിപ്പാർട്ട്മെന്റോ? എന്റെ പൊന്നു പോണി, നീ വിചാരിക്കുന്ന പോലെ ഈ ഭാര്യ വീട്ടിൽ കിടപ്പത്ര സുഖമുള്ള പരിപാടിയല്ല. ക്യാമറ കുറ്റകൃത്യങ്ങളുടെ ഇരുൾ നിറഞ്ഞൊരു ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. പകയും പ്രതികാരവും നിറഞ്ഞ തീരാ കഥകൾ ഇവിടെ തുടങ്ങുന്നു. ദ ബോസ് ഡയറീസ്. സാമുവലിന്റെയും അയാളുടെ മകൾ സ്റ്റെഫിയുടെയും ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കടന്നു വന്നു. ആരാണ് അയാൾ? സ്റ്റെഫി എന്തിനാണ് അയാൾ കണ്ടുമുട്ടിയത്? നിഗൂഢ ഉദ്ദേശങ്ങൾ ഇരു കൂട്ടറിലും ഉണ്ടാവും. മുൻപരിചയം വല്ലതുണ്ടോ? ഇല്ല, ഇതല്ല എൻ്റെ മനസ്സിൽ. ലഗോട്ട് റൊമാങ്ക്ലോ, അതാണ് എൻ്റെ മനസ്സിൽ. അതിനത് മാരേജ് ബ്യൂറോ അല്ല മിസ്റ്റർ. അതെൻ്റെ തെറ്റല്ല. എൻ്റെയും. ബോണിയോട് സംസാരിക്കൂ, അയാൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. ചെല്ല്. ലൊഗോട്ടോ റൊമാങ്ക്ലോ. റൊഗോട്ടോ മംഗളാറോ, റോബർട്ട് മംഗളാറം, റോബർട്ട് മംഗലാപുരം. ബോണിയുടെ ബന്ധുവല്ലാതായിരിക്കും. എന്തോ ടൊമാറ്റോ എന്നോ പൊട്ടറ്റോ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. എനിക്കാണെങ്കിൽ അയ്യോ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ കാണാനില്ല. ക്യാഷ് അല്ല ഇവിടെ ഉണ്ടായിരുന്നു. പട്ടിയുടെ മേത്തൊരു തപാല്. നീ ഇതിനെ വെച്ച് ലോൺ എടുത്താ? പട്ടിയുടെ മേത്ത് ഒട്ടിക്കലും വരുമ്പോ ഒറ്റയ്ക്ക് സഹിച്ചോണം, അത്രേ ഉള്ളൂ. ഇല്ല ബോണി, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ മാരേജ് കഴിഞ്ഞ ബോണി എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാന്ന് പറഞ്ഞത് നല്ലോണം ആലോചിച്ചിട്ടല്ലേ? സ്റ്റെഫി, നമ്മളെവിടെ താമസിക്കുന്നു അതല്ലേ നമ്മുടെ വീട്. എൻ്റെ വീട് നിന്റെ വീട് എന്നൊക്കെ ഉണ്ടോ? ഇനിയിപ്പോൾ നമ്മളെങ്ങാനും പുറത്തു പോയി സെറ്റിൽ ആവുകയാണെങ്കിൽ സ്റ്റെഫി എൻ്റെ കൂടെ വന്നല്ലേ പറ്റൂ. സ്റ്റെഫി, ഞാൻ ഒരുപാട് വിളിച്ചു, മെസ്സേജ് അയച്ചു, റിപ്ലൈ ഒന്നും തന്നില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു റിപ്ലൈ ഒന്നുമില്ല. സ്റ്റെഫി, കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. ഞാൻ കുറച്ച് ദിവസമായിട്ട് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്, നീ റിപ്ലൈ ഒന്നും ചെയ്യുന്നില്ല. ഇത് ഞാൻ അന്നേ പറഞ്ഞതാ. നിന്റെ അഭിപ്രായം ഞാൻ ചോദിച്ചോ? എടാ അഭിപ്രായം ചോദിച്ചോന്ന് ചോദിച്ചാൽ അതിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടാ. തീരുമാനം ഉണ്ടാക്കണ്ടേ ഞാനാണോ? അവളല്ലേ? എടാ നിനക്ക് അവളോട് കാര്യം പറഞ്ഞൂടെ?
നിനക്കൊരു മെസ്സേജ് അയച്ചൂടെ എസ്വർണോ പറയണോന്ന്? നിനക്ക് നാട്ടിൽ പെണ്ണ് കിട്ടാനിട്ടല്ലെന്ന് പറ. പെണ്ണുങ്ങൾ ക്യൂ നിൽക്കാന്ന് പറടാ. അളിയന് സ്വന്തമായിട്ട് മാട്രിമോണി ഉണ്ടെന്ന് പറയടാ. അളിയന്റെ ഷട്ടി. ഇന്ന് ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഞാൻ ഇനിയും വെയിറ്റ് ചെയ്യും. നീ ആരെയും പേടിക്കുന്നേ? എന്താ ഇരിക്കട്ടെ അവിടെ. ഇത് ഞാൻ സ്റ്റെഫിക്ക് അയക്കുന്ന ലാസ്റ്റ് മെസ്സേജാണ്. ഇനി ഞാൻ ഒരു മെസ്സേജ് അയക്കില്ല. എനിക്ക് ഒരു പെണ്ണ് കിട്ടാണ്ടൊന്നുമല്ല. ഇനി പിരിയാനാണെങ്കിൽ സ്റ്റെഫിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. മെസ്സേജ് വന്നു മോനെ, എല്ലാ പ്രശ്നവും സോൾവ് ആയി. എന്താ മെസ്സേജ് വന്നു? അവളെന്താ പറഞ്ഞു? ലെറ്റ് us meet. എടാ ലെറ്റസ് മീറ്റ് എന്ന് പറഞ്ഞ എല്ലാ പ്രശ്നം സോൾവ് ആയിന്നാണ്. എടാ നെഗുണ്ടമോറോ. എടാ നേരിട്ട് കണ്ടിട്ട് ഒഴിവാക്കാനാണെങ്കിലോ? തളർത്തല്ലേടാ. സ്റ്റെഫി, എന്താണ് പ്രശ്നം? കുറച്ച് ദിവസം മെസ്സേജും ഇല്ല, വിളിച്ചിട്ടും എടുക്കുന്നില്ല. ബോണി, ഞാനത് പറഞ്ഞ ബോണിക്ക് മനസ്സിലാവണമെന്നില്ല. എന്താ അത്? അല്ല, സ്റ്റെഫിക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നി റിലേഷനിൽ? അതോ പപ്പയ്ക്കാണോ എന്തെങ്കിലും പ്രശ്നം? ഇല്ല, പപ്പയ്ക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താണ് പ്രശ്നം? തുറന്നു പറയാലോ. ടെൻഷൻ ഉണ്ടോ? കുറച്ച് വെള്ളം കുടിച്ചോ. റിലാക്സ് ആയിട്ട് പറഞ്ഞാൽ മതി. നമ്മൾ തുറന്ന് സംസാരിച്ച് തീരാത്ത എന്ത് പ്രശ്നം ഇവിടെ ഉള്ളത്? എന്ത് കാര്യം ഷെയർ ചെയ്യുന്നതാണ് ഒരു നല്ല റിലേഷൻഷിപ്പ്. സ്റ്റെഫിയുടെ സ്ഥാനത്താണ് ഞാനാന്ന് വിചാരിക്കുക. ഒരു ബുദ്ധിമുട്ടില്ലാതെ തുറന്നു പറയും. ഞാൻ ഒരു കാര്യം പറയാം, ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിച്ച് സോൾവ് ആവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. തുറന്ന് പറയും സ്റ്റെഫി, തുറന്ന് പറഞ്ഞാൽ തീരാത്ത എന്ത് പ്രശ്നങ്ങളും ഞാനാണെങ്കിൽ തുറന്നല്ലേ പറയുള്ളൂ. എന്താ പറ. എന്റെ മമ്മിക്ക് ബോണി ഇഷ്ടമല്ല. മമ്മിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ മമ്മിയുടെ അടുത്ത് സംസാരിച്ച് ശരിയാക്കും. അത്ര മമ്മിക്ക് എന്ന് പറയുമ്പോൾ ഹലോ, എന്തായി? ആ കുട്ടിക്ക് വേറെ റിലേഷൻഷിപ്പ് വല്ലതും ഉണ്ടോ? ഓ, സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാണ്. ഇതൊന്നും അല്ലാതെ വേറെന്ത് പറഞ്ഞു അവള്? ബോണി ഇത് വിശ്വസിക്കോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ബട്ട് എന്റെ മമ്മി എൻ്റെ കൂടെ തന്നെയുണ്ട് ബോണി, ഈവൻ ആഫ്റ്റർ ഹർ ഡെത്ത്. ബോണി ഇക്കാര്യങ്ങൾ എത്രയും തുറന്നു പറഞ്ഞത് ഒരിക്കലും ബോണി ഒഴിവാക്കാനായിട്ടല്ല. ഞാൻ പറഞ്ഞത് ബോണിക്ക് വിശ്വാസമായില്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ സ്റ്റോപ്പ് ഹിയർ. എടാ ബോണി, സയന്റിസ്റ്റ് ലെവൽ ഐക്യു അവൾ ഉപയോഗിക്കും. അവൾ നിന്നെ ഒഴിവാക്കും, നീ തളർന്നു പോകും. എന്നിട്ട് അവസാനം അവളൊരു ക്ലീഷേ ഡയലോഗ് ഓടിക്കും. ഇതൊന്നും നിന്നെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. എന്തൊരു ഐഡിയ ആണ് മോനെ. അവളുടെ മരിച്ചുപോയ മമ്മി വീട്ടിൽ അതുണ്ടാക്കുന്നു, വീട്ടിൽ വെണ്ടക്കത്തോരൻ ഉണ്ടാക്കുന്നു, ഇവളുടെ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടുന്നു. എന്നിട്ട് അവള് പറയുന്നു ഈ ആധുനിക ലോകത്ത് അവള് സയന്റിസ്റ്റ് ആണ്. എലോൺ മസ്ക് കേട്ട് കഴിഞ്ഞാൽ അയാളുടെ റോക്കറ്റ് കയറി അയാൾ പോകും. അപ്പൊ നീ എന്ത് പറഞ്ഞു? അതിനെ കിടങ്ങി പോയി. പിന്നെ നീ പറഞ്ഞ ഐക്യൂന്റെ കേസ് ഓർമ്മ വന്നു. അവിടെ നിന്ന് എന്റെ ഒരു പെർഫോമൻസ് ആണ്. ആര് പറഞ്ഞു എനിക്ക് വിശ്വാസമില്ലെന്ന്? എനിക്ക് സ്റ്റെഫിനെ വിശ്വാസം, സ്റ്റെഫിയുടെ മമ്മിനെ. മമ്മിയല്ലേ അത്, നമ്മുടെ മമ്മി. അതെനിക്കൊരു പ്രശ്നമല്ല. ബോണി ഇത് നല്ലോണം ആലോചിച്ചിട്ടാണോ? പിന്നെ അല്ലാതെ. ബോണി കരുതുന്ന പോലെ ഒരു നിസ്സാര കാര്യമല്ല കേട്ടോ. എന്തോ ആയിക്കൊള്ളട്ടെ, എന്റെ മനസ്സിൽ സ്റ്റെഫിയുള്ളൂ. ഇപ്പോ മമ്മി. എനിക്ക് ആകെ ഒരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ, ഒരു മദറിലോ ഇല്ലല്ലോ. ഇപ്പൊ അതും തീർന്നു. സാധാരണ ഞാനിത് ആരോട് പറഞ്ഞാലും അവരൊന്നും പേടിക്കും. പേടിയോ? എനിക്കോ? സ്റ്റെഫി പോക്ക് ബോഡി പോലെ അറിയില്ല. അപ്പൊ കാര്യങ്ങളൊക്കെ പോസിറ്റീവ് ആണ്. ആ ടോക്കൺ വിളിച്ചാ? ടോക്കണാ? ആ വിളിച്ചു. ആ എന്നിട്ട് ഡോക്ടറെ കയറി കണ്ടു. ഡോക്ടർ എന്ത് പറഞ്ഞു? കെട്ടിയോൻ എന്തിയെന്ന് ചോദിച്ചു. നീ എന്ത് പറഞ്ഞു?
ചത്തുപോയെന്ന് പറഞ്ഞു. ഒരു ചിരി കഴിയുമ്പോ അങ്ങ് വാ. ഇതാണല്ലേ പറയുന്നത്, ഒരുപാട് ചിരിച്ചു കഴിഞ്ഞാൽ കരയേണ്ടി വരും. പോയിക്കോ മേടിച്ചേച്ചോ. പപ്പ, ഞാനിന്ന് ബോണിയെ കണ്ടായിരുന്നു. എന്നിട്ട് മമ്മിയെ പറ്റി പറഞ്ഞു. എല്ലാവനോട് വ്യക്തമായിട്ട് പറഞ്ഞോ? ബോണിക്ക് വിശ്വാസമായ മട്ടാണ്. അത് അത്ഭുതമാണല്ലോ. സാധാരണ ആരും ഇതൊന്നും വിശ്വസിക്കാറില്ല. ഇല്ല പപ്പ, ബോണി എനിക്ക് ആദ്യമേ വളരെ ജനുവിനായ ഒരാളായിട്ടാ തോന്നിയത്. പപ്പയ്ക്കോ? ഞാൻ അവനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഒരു ഫൈനൽ ഡിസിഷനിലെത്തിയിട്ടില്ല. പപ്പ, മമ്മിക്ക് ഇഷ്ടമായില്ലെന്നാ. അത് ശരി. എന്നാ ഞാൻ ഉറപ്പായിട്ട് നടത്തും. കെട്ടാൻ പോണ നിനക്കും നിന്റെ അപ്പനായി എനിക്കും ഒരു കുഴപ്പമില്ല. പിന്നെ ഇവിടെ ആർക്കാ പ്രശ്നം? മനുഷ്യന്റെ ക്ഷമയ്ക്കൊരു അതിരുണ്ട്. ഈ വീടിന് ചുറ്റും മുഖമാണല്ലോ. ഇവിടെ ഒരു മുഖം, അവിടെ ഒരു മുഖം. എടാ വേണേ അതിലെ കയറിട്ട് ഇതിലേ ഇറങ്ങാം. എന്തിനാ? പഴയ വീടാ, റിനോവേറ്റ് ചെയ്തെടുത്താ. ഇതിലെയാണ് വഴി. വരൂ. റിട്ടയർമെന്റിന് ശേഷം കേരളത്തിൽ വന്ന് സ്വസ്ഥമായിട്ട് കഴിയാനായിരുന്നു പ്ലാൻ. അങ്ങനെയാണ് ഇവിടെ വന്ന് ഈ വീട് വാങ്ങിച്ച് താമസം തുടങ്ങിയത്. അപ്പൊ ഈ സിംലയിൽ ഉണ്ടായിരുന്ന വീടും പറമ്പൊക്കെ വിറ്റ് തൊലച്ചിട്ടാണോ ഇങ്ങോട്ട് വന്നത്? അവിടെ വീട് വെറുതെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അത് പോട്ടെ, ഇത് മൊത്തത്തിൽ എത്ര സ്ക്വയർ ഫീറ്റ് കാണും ഈ വീട്? 2278 സ്ക്വയർ ഫീറ്റ്. ഓപ്പൺ സ്പേസ് കൂടെ കൂട്ടിയാല് 2999.99 സ്ക്വയർ ഫീറ്റ്. സൂപ്പർ ടാക്സിന്ന് മുടിഞ്ഞ ബുദ്ധിയാ. ബോണിക്ക് വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇനി ഇത് ബോണിയുടെയും കൂടെ വീടാണ്. ഇഷ്ടായി. ആക്ച്വലി ആ കോഫി ഷോപ്പിൽ തുടങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ ഇവിടം വരെ എത്തിയില്ലേ? ഞാൻ ആക്ച്വലി ബോണി ആദ്യം കാണുമ്പോൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കാര്യങ്ങൾ ഇത്രയും പ്രൊസീഡ് ചെയ്യുന്നു. എനിക്ക് കല്യാണം എന്ന് പറയുന്ന പ്ലാനിങ്ങേ ഉണ്ടായിരുന്നില്ല തന്നെ കാണുന്നവരെ. കണ്ടു കഴിഞ്ഞപ്പോഴോ? കണ്ടിട്ട് എനിക്കിഷ്ടമായെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാർ പോലും വിശ്വസിക്കുന്നില്ല. ബട്ട് ബോണി, എനിക്ക് താങ്ക്സ് പറയണം. മമ്മിയുടെ കാര്യം പറഞ്ഞിട്ടും ബോണി ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പ്രൊസീഡ് ചെയ്തേന്. ചോദിക്കാൻ മറന്നുപോയി, മമ്മിയോടെ? നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ആയിക്കോട്ടെ. ശരി മോളെ, ഇറങ്ങല്ലേ? ഓക്കെ. ആ തന്തയുടെ ഒരു ചതുരത്തിലെ വർത്താനവും കോത്താരത്തെ കണക്ക് ഉറപ്പായിട്ട് ഇയാളെ ഇയാളുടെ ഭാര്യ ഇട്ടിട്ട് പോയാൽ എന്താ അവിടെ? ഇതെങ്ങനെ പൊട്ടിയേ? അത് ഞാൻ ഈ പാത്രങ്ങൾ എടുത്തപ്പോ സ്ലിപ്പായതായിരുന്നു. എല്ലാം ശരിയായ സന്തോഷത്തില് മോളി കപ്പും സോസറും എടുത്താൽ അതാണ്. മോളെ സൂക്ഷിക്കേ. കുട്ടി പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ, അകത്ത് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. ചിലപ്പോ ബബ്ബി പൊട്ടിച്ചെറിയും. അങ്ങനെ ബോണിക്കുട്ടന്റെ കല്യാണം. അയ്യോ ചവിട്ടി. ചാച്ചന്റെ കല്യാണം കൂടെ റെഡിയാണ് കുട്ടാ. ഈശോ മിശിഹായുടെ അനുഗ്രഹവും സാന്നിധ്യവും എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ.
നമുക്ക് ചടങ്ങുകളിലേക്ക് കടക്കാം. ഇരു കൂട്ടരുടെയും സാക്ഷികൾ മുമ്പോട്ട് കയറി നിൽക്കുക. ഫിലിപ്പിന്റെയും സോയമ്മയുടെയും മകനായ ഏലിയാസ് എന്ന ബോണി സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മറിയം എന്ന സ്റ്റെഫിയെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? സ്വീകരിക്കുന്നു. സാമുവലിന്റെയും ലേറ്റ് ഗ്രേസ് സാമുവലിന്റെയും മകളായ മറിയം സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ഏലിയാസ് എന്ന ബോണിയെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? സ്വീകരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും സാക്ഷികളാണല്ലോ. നിങ്ങളുടെ ഉടമ്പടിയുടെ അടയാളമായി വലത് കരം ചേർത്ത് വെക്കുക. അമ്മയില്ലാത്ത കുട്ടിയാ. ഇനി മുതൽ ഇവളാണ് മോളുടെ മമ്മി. അതെ, അല്ല ഒന്നുമില്ല, ഇത്രയും പേരെ ആദ്യമായിട്ട് ഒന്നിച്ച് കണ്ടോണ്ടാ. ടെൻഷനായില്ലല്ലോ. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. നിർത്തി കേട്ടോ. അവനനുസരിച്ച് അവന്റെ പട്ടിക്ക് അനുസരണയുണ്ട്. ഓലേനെടുത്ത് വേണേ കുറച്ചോ. വാ കഴിച്ച് പട്ടിക്ക്. സ്റ്റെഫി പേടിച്ചാ? ഇല്ല. പേടിച്ചില്ല? ഇല്ല. ഏതൊരു മലയാളി യുവാവിനെ പോലെ എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഇതുപോലെ ഒരു ഫസ്റ്റ് നൈറ്റ്. ഈ സെറ്റപ്പുകളൊക്കെ സ്റ്റെഫിക്ക് ഇഷ്ടമായോ? ഞാൻ ആലോചിക്കുമായിരുന്നേ, നമ്മൾ പ്രണയിച്ച് വിവാഹം കഴിക്കേണ്ടവരായിരുന്നു. അങ്ങനെയായിരുന്നു കുറച്ചുകൂടി ത്രില്ലായേനെ. ഈ അറേഞ്ച്ഡ് മാരേജിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിചയമില്ലാത്ത നാട്ടിൽ ഒരു പരിചയമില്ലാത്ത ഒരാളെ പെട്ടെന്ന് കണ്ടിഷ്ടായി, ഒരു പരിചയമില്ലാത്ത വീട്ടില് എന്ത് സംഭവിക്കാവുന്ന ഒരു രാത്രിയില് ആരും പേടിച്ചു.
സ്റ്റെഫി പേടിക്കണ്ട കേട്ടോ. ബോണി, എനിക്ക് പേടിയൊന്നുമില്ല. അല്ലെങ്കിൽ എന്റെ മമ്മി കൂടെ ഉണ്ടല്ലോ. ഇതുവരെ തീർന്നില്ലേ ബോണി? ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് മമ്മി ഇത്രയെങ്കിലും സമ്മതിച്ചിരിക്കണേ. ആണോ? എന്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ തീരുമാനിച്ചില്ലേ, അതുപോലെ തന്നെ എന്റെ സ്റ്റഡീസ് കഴിയുന്നവരെ നമ്മൾ തമ്മിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പും പാടില്ല. മമ്മിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അന്ന് യു മീൻ ഒന്നും പാടില്ല? ബോണി എന്താ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ പെരുമാറുന്നേ? ആണ്ട കിടക്കുന്നു ചട്ടിയും ചോറും. നീ എന്താ ഈ കോലത്തില് ആദ്യ രാത്രിയായിട്ട് ഈ മുണ്ടല്ലോ അതുള്ളത്? ജീവൻ വേണമെങ്കിൽ റൂം അടച്ച് കിടന്നോ? താഴെ ഒരു വല കെട്ടണം. മമ്മി എന്താ ചെയ്തേന്നറിയോ? ബോണി ഈസ് മൈ ഹസ്ബൻഡ് നൗ. ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? ഒന്നുമില്ലെങ്കിലും ഫസ്റ്റ് ഡേ അല്ലേ ആയിട്ടുള്ളൂ മമ്മി. അവൻ പ്രോമിസ് തന്നെയല്ലേ നമ്മുടെ വീട്ടിൽ വന്ന് നിന്നോളാന്ന്. അതിന് മുന്നേ പേടിപ്പിച്ച എങ്ങനെയാ? ഇന്ന് തന്നെ ഇപ്പൊ എത്രാമത്തെ തവണയാ? അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് സമയം താ മമ്മി. എനിക്കിനി പ്രോമിസ് തന്നേ പറ്റൂ, ബോണിയെ ഒരിക്കൽ പോലും ഉപദ്രവിക്കില്ലാന്ന്. എന്നാലും ഈ ചില്ലെങ്ങനെ പൊട്ടിയത്? ആനയെ പൊട്ടിയാ പൊട്ടുന്ന ചില്ലല്ലോ ഇത്. നീ ഒരു തീരുമാനം ഉണ്ടാക്കി തന്നെ പറ്റൂ. എടാ എന്തായാലും എഗ്രിമെന്റ് പ്രകാരം നിങ്ങൾ അവിടെ പോയി നിന്നല്ലേ പറ്റൂ. തൽക്കാലം അത് കിടക്കട്ടെ. എന്റെ വീട്ടിൽ ഇതാണ് അവസ്ഥയെങ്കിൽ എങ്ങനെയാണോ ഞാൻ അവിടെ പോയി നിൽക്കണേ? എടാ ഇതിന്റെ പുറകില് വേറെ എന്തോ ആണ്. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. തൽക്കാലം നീ നിങ്ങളുടെ ധൈര്യമായിട്ട് ചെല്ലും. ഇതൊക്കെ നിന്റെ ഒരു തോന്നലാണ് ബോണി, വെറും തോന്നൽ. ഓക്കെ, നിന്റെ കമ്പനിയിൽ ഇതുപോലത്തെ പ്രേത കുഞ്ഞുങ്ങൾ ഇനിയില്ല. വരുന്നേ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. നിങ്ങൾ മൂന്നുപേരും കൂടെ മിണ്ടിയും പറഞ്ഞിട്ടിരിക്കും. പപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോഴാ ചെല്ലണേന്നറിയാൻ. അധികം ലേറ്റ് ആവില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാക്ക് ചെയ്യണ്ടേ? ബോണി വീട്ടിൽ നിന്ന് അധികം മാറി നിന്നിട്ടില്ല എന്ന് എനിക്കറിയാം. ഇവിടെ അടുത്തല്ലേ, ഇടയ്ക്ക് വരാമല്ലോ. താങ്ക് യു. കാർട്ടൂണൊക്കെ ഇഷ്ടല്ലേ? കുറച്ച്. ബോണി, എനിക്ക് വീട്ടിൽ വെച്ച് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. മമ്മി ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ബോണി. ഞാനും. ബോണി, ബോണി വിചാരിക്കണ പോലെ അല്ല. മമ്മി ശരിക്കും പാവാണ്. പിന്നെ ചില കാര്യങ്ങളില് സ്റ്റബേണാണ്. പക്ഷെ അതെല്ലാം എന്റെ നല്ലതിന് വേണ്ടിയാ. അതിന് ഞാൻ ചാവണോ? ബോണിക്കറിയോ, ചെറുപ്പത്തിൽ മമ്മിക്ക് ഇഷ്ടപ്പെടാത്ത സിനദൻ സ്കൂളിൽ പപ്പ എന്നെ ചേർത്തു. സ്കൂളിൽ പിന്നെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിരുന്നു. സ്കൂളിന് മമ്മി പോകുമ്പോട്ടോ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നെ ആ സ്കൂളിൽ നിന്ന് മമ്മി പറഞ്ഞ സ്കൂളിലേക്ക് മാറ്റിയതിന് ശേഷമാണ് എല്ലാം ഒന്ന് ശാന്തമായത്. ഇതുപോലെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും മമ്മിക്ക് ഓരോ തീരുമാനങ്ങളുണ്ട്. എന്റെ ലൈഫിൽ മമ്മിക്ക് ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു കാര്യം ബോണി ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് ബോണിയാണ്. താങ്ക് യു. എനിക്ക് ബോണിയെ ഇഷ്ടപ്പെട്ടില്ലേ, അതുപോലെ മമ്മിക്കും ഇഷ്ടപ്പെടും. എനിക്ക് ഉറപ്പുണ്ട് ബോണിയെ കൊണ്ടത് പറ്റും. ശരിയാ, എനിക്കെന്തെങ്കിലും പറ്റും. Welcome home, my dear son-in-law.
എന്താ ടെസ്റ്റ് ചെയ്താ ബോണി ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞാനല്ലേ പറയണേ. പിന്നെ പപ്പയ്ക്ക് എന്തോ പേഴ്സണലായിട്ട് പറയാനുണ്ടോ? ഒന്ന് അങ്ങോട്ടേക്ക് ചെല്ലോ. പപ്പ സംസാരിക്കാറൊക്കെ ഉണ്ടോ ഇവിടെ? ബോണി പോയേ. ഓക്കെ, കൈ മറന്നല്ലോ. കല്യാണത്തിന് മുമ്പ് സ്റ്റെഫി എല്ലാം വിശദമായി സംസാരിച്ചത് കൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്. അവളുടെ മമ്മി ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന കാര്യത്തിൽ തനിക്ക് സംശയമൊന്നുമില്ലല്ലോ? ഒരു സംശയമില്ല. ഏതൊരു മലയാളി യുവാവിനെയും പോലെ താനും ഒരു ടിപ്പിക്കൽ ഫസ്റ്റ് നൈറ്റ് ആവും ആഗ്രഹിച്ചിട്ടുണ്ടാവുക. ഈ ഡയലോഗ് ഞാൻ അവളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അഫ്സോസ് കി ബാത് ഹൈ. അതിനുള്ള ടൈമൊന്നും ഉണ്ടായില്ല. എന്താ പറഞ്ഞേ? നിരാശാജനകമെന്ന് പറഞ്ഞതാ. എന്തായാലും തനിക്ക് വേണ്ടി ഞാൻ അവളുമായിട്ടൊന്ന് സംസാരിക്കാം. വലിയ ഉപകാരമായിരിക്കും. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാ, ഞാനും അവളും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല. ആരും തമ്മിൽ? ഞാനും അവളും തമ്മിൽ. എന്റെ അനുവാദമില്ലാതെ അവൾ ഈ മുറിക്കകത്ത് കിടക്കില്ല. പപ്പേനെ പേടിയാണല്ലേ? അതൊക്കെ വഴിയെ മനസ്സിലാവും. പപ്പ ഒരു ധീരന. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എനിക്ക് തന്നോട് അല്പം സംസാരിക്കാനുണ്ട്. സംസാരിക്കേ. ഒരുപാട് പ്രപ്പോസൽ വന്നിട്ടും ഞാൻ സ്റ്റെഫിക്ക് വേണ്ടി തന്നെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്തെന്നറിയാമോ? സ്മാർട്ട്നെസ്. അത് ശരാശരിയല്ലേ ഉള്ളൂ. വിദ്യാഭ്യാസവും. അത് പറയാതിരിക്കാണ് ഭേദം. അധികം ആലോചിച്ച് വിഷമിക്കണ്ട, ഞാൻ പറയാം. സ്റ്റെഫിയുടെ മമ്മിയായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ഏറ്റവും അനുയോജ്യൻ താനാണെന്ന് ഒരു ഇൻറ്റ്യൂഷൻ എനിക്കുണ്ടായി. ഇന്നലത്തെ സംഭവത്തോടെ താനൊരു നല്ല പോരാളിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. ആ കപ്പ് എനിക്ക് വേണ്ട പപ്പ. അങ്ങനെ പറയല്ലേ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ രഹസ്യമാ, ആരും അറിയാൻ പാടില്ല. പപ്പയ്ക്ക് പേടിയില്ലെന്ന് പറഞ്ഞിട്ട്? എനിക്ക് അവളെ പേടിയില്ലെന്നല്ലേ പറഞ്ഞോളൂ. അവക്ക് എന്നെയും പേടിയില്ല. അപ്പൊ കോംപ്ലിക്കേഷൻ മനസ്സിലായില്ലേ? മനസ്സിലായി. ഈ വീട്ടിൽ അവക്ക് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് സ്റ്റെഫി പറഞ്ഞു തരും. അവൾ ആളൊരു നിർബന്ധ ബുദ്ധിക്കാരിയാ. എന്റെ വൈഫേ. മമ്മിയുടെ റൂൾസ് കേൾക്കുമ്പോൾ ബോണിക്ക് ഭയങ്കര സില്ലി ആയിട്ട് തോന്നിയേക്കാം. പക്ഷെ അതെല്ലാം ഇവിടെ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. പറയട്ടെ, ഭക്ഷണം മിച്ചം വെക്കാൻ പാടില്ല. ഫുഡ് കഴിക്കുമ്പോൾ താഴെ വീഴാൻ പാടില്ല ഒരു തരി പോലും. തീന്മേശയിലും ദുരന്തം. കോപ്പി. ഫ്രിഡ്ജ് തുറന്നാൽ 20 സെക്കൻഡിനകം അടയ്ക്കണം. അതായത് ഫ്രിഡ്ജ് തുറക്കുന്നതിന് മുന്നേ തന്നെ എന്താണ് എടുക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് വേണം തുറക്കാൻ. മനസ്സിലായില്ലല്ലോ. വീട്ടിനുള്ളിൽ ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ നനഞ്ഞ ചപ്പൽ ഒട്ടും പാടില്ല. മമ്മിയുടെ റൂളാ. ഉപയോഗിച്ച തുണിയിൽ അവിടെ എവിടെയും വലിച്ചെറിയാൻ പറ്റില്ല. നനഞ്ഞ ടവല് ഒരു കാരണവശാലും കട്ടിലിൽ കൊണ്ടുവന്ന് ഇടരുത്. പിന്നെ ഉടുത്തോണ്ട് മുറ്റത്തും കൂടെ നടക്കണോ ഉണങ്ങാൻ വേണ്ടി? ഇതാണ് മമ്മിയുടെ റൂം. ഞാൻ ബോണിയെ ഒരു ദിവസം തുറന്നു കാണിക്കാം. നോട്ട് ഇൻട്രസ്റ്റഡ്. പക്ഷെ മമ്മി ബോണിയെ അക്സെപ്റ്റ് ചെയ്യുന്ന ദിവസം. ഈ വീട്ടിൽ ഓരോ സാധനങ്ങളും പ്ലേസ് ചെയ്തിരിക്കുന്നതും അതിന്റെ ഡിസൈനും ഒക്കെ മമ്മിയുടെ ഇഷ്ടപ്രകാരം. അതിന്ന് ഒരു സാധനം മാറുന്ന മമ്മിക്ക് ഇഷ്ടമല്ല. ചുരുക്കം പറഞ്ഞ ഈ വീടെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ മമ്മിയാ. ബോണി, മമ്മിയെ പരിചയപ്പെടണ്ടേ? ഞാനോ? പരിചയപ്പെടാം. മമ്മിയോട് ഹലോ പറ. ഹലോ മമ്മി. ഹലോ മമ്മി. ഹലോ മമ്മി. ഞാൻ പറഞ്ഞില്ലേ, മമ്മിക്ക് ഒരു കുഴപ്പമില്ല അല്ലേ? ബോണി ഇപ്പൊ തന്നെ ഇഷ്ടപ്പെട്ടു എന്നാ തോന്നുന്നത്. ഇത്രേ ഉള്ളൂ. ഞാനാകെ പേടിച്ചു പോയല്ലോ. ഹലോ മമ്മി. പേടിക്കണ്ട ബോണി, പ്രത്യേകിച്ചും പ്രൈവസിയുടെ കാര്യത്തില്. ബോണിക്കത് എന്തായാലും കിട്ടും. ബാത്റൂമില് ഓക്കെ അല്ലേ?
മോയെ മോയെ ചിരികളി നിലവിളിയായി പോയെ മതവിധിഗതിയത് മാറിപ്പോയെ പറഞ്ഞവനടിമുടി പാളിപ്പോയെ തായെ മദറില്ലായെ താങ്ങാൻ പവറില്ലായെ തായെ തെങ്ങിക്കരയാൻ ഇനി വയ്യായെ മരുമകനായ മോയെ മോയെ നിലവിലെ മനനില സമനിലയല്ലാതാവുകയായ തായെ ചറപ്പറയടിയടിയടിയായ മതിയായ വയ്യായെ പാറി നടന്നൊരു പയ്യനെ ഇങ്ങനെ താഴെയിടല്ലേ തായെ പാവം ശത്രുക്കളെ ഇത്തരം ഒരു വിധിയായി പോയേ. നോ പ്രോഗ്രസ്. എന്റെ ഇൻറ്റ്യൂഷനും കാൽക്കുലേഷനും ഒക്കെ തെറ്റിയെന്നാ തോന്നുന്നേ. ഞാൻ ആലോചിക്കായിരുന്നു അപ്പാ, ഞാനും സ്റ്റെഫിയും കൂടി ഒരു വീട് വാടകയ്ക്ക് എടുത്ത് മാറിയല്ലോ. അതാവുമ്പോ രണ്ടു കൂട്ടർക്കും പ്രൈവസി കിട്ടും. എന്താ പാപ്പയുടെ അഭിപ്രായം? നാണാവൂല സ്ത്രീ. പല പ്രതിരോധ രീതികൾ ഞാൻ അവലംബിക്കും. അടുത്തത് റോമൻ സാമ്രാജ്യത്തിലെ കിങ് ലിയോൺ ദസിന്റെ പടച്ചട്ടയാണ്. അതുകൂടി വെയിറ്റ് ചെയ്യും. ആമസോണിൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിലെ മുതലുള്ള എല്ലാ ഫോട്ടോസും മമ്മി എടുത്തു വെച്ചിട്ടുണ്ട്. അതിലെ കോസ്റ്റ്യൂംസും ഫോട്ടോഗ്രാഫിയും ഒക്കെ മമ്മിയാണ്. പക്ഷെ മമ്മിയുടെ ഫോട്ടോ മാത്രം ആരും കാണുന്ന മമ്മിക്ക് ഇഷ്ടമല്ല. പോട്ടെ പോട്ടെ എന്ന് വയ്ക്കുമ്പോ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അന്ന് മുട്ട പപ്സ് തിന്നുമ്പോ അല്പം പൊടി താഴെ പോയി എന്ന് പറഞ്ഞ് ചപ്പാത്തി കോലും കൊണ്ട് എന്റെ തലക്കടിച്ചു. കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം പപ്സ് കഴിക്കുമ്പോ അല്പം പൊടിയൊക്കെ താഴെ പോകുന്നു. അതിന് ഇങ്ങനെയൊക്കെ വേണോ? എന്താ പപ്പ, എന്താ ഇവിടെ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ 100 എണ്ണം ഉണ്ട്. 4 എണ്ണം. മനുഷ്യന് സ്വൈരം തരില്ലെന്ന് വെച്ചാ ഇരിക്കാൻ സമ്മതിക്കില്ല, നിൽക്കാൻ സമ്മതിക്കില്ല. കാണുന്നില്ലേ പപ്പ? ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞോ. ന്യായം മമ്മിയുടെ ഭാഗത്താണ്. ഇപ്പൊ അങ്ങനായ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുടുംബത്തിൽ എല്ലാവരും മമ്മി പറയുന്നത് അനുസരിക്കണം. ഞാനാണെങ്കിലും പപ്പയാണെങ്കിലും സ്റ്റെഫി ആണെങ്കിലും. സ്റ്റെഫിയുടെ കാര്യത്തിൽ മമ്മി എടുക്കുന്ന ഓരോ കാര്യത്തിലും ഞാൻ കാണുന്നതല്ലേ. ഇറ്റ് ഈസ് മാർവലസ്. അതുകൊണ്ട് ഞാൻ പറയുവാണ്, ഇങ്ങനെ ഒരു മമ്മിയെ കിട്ടി നമ്മൾ ഭാഗ്യവാന്മാരാണ്. അതെ 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 അതെ. പിന്നെ മമ്മി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ മനസ്സിലായില്ല എന്ന് പറയാം. എന്താണ്? നിന്റെ ഭാര്യ എവിടെ ആയിരിക്കോ അവിടെ തന്നെ ആയിരിക്കും നിന്റെ അമ്മായി അമ്മ. യു മീൻ? അത് തന്നെ. സ്റ്റെഫി എവിടെ ഉണ്ടോ അവിടെ തന്നെ അവളും ഉണ്ടാവും. അവൾ ഇവിടം വിട്ട് പോവാത്ത തന്നെ മോക്ക് വേണ്ടിയാ. അപ്പൊ എന്നാ താമസം മാറാൻ പോന്നെ? ഇനിയിപ്പോ വാടകയ്ക്ക് വീട് പൊളിക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ വീടുണ്ടല്ലോ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഇയാള് ശാസ്ത്രജ്ഞനായതെങ്ങനെയാ? യു ആർ ഇൻ ഡേഞ്ചർ, കം വിത്ത് മീ. കൊത്തിയോ? താനാരണോ? എന്റെ ജീവിതാപകടത്തിലാണ് തന്റെ അടുത്ത് ആരാ പറഞ്ഞേ? ആണോ അല്ലയോ? ആണെങ്കിൽ ഐ ക്യാൻ എക്സ്പ്ലെയിൻ. പ്ലീസ് കം. ഭയം മാറ്റിവെച്ച് ഇവിടെ ശ്രദ്ധിക്കൂ. ആദ്യം ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഐ ആം ബോസ്, ആൻ ഇൻവെസ്റ്റിഗേറ്റീവ് പോഡ്കാസ്റ്റർ. പ്രശസ്തമായ ദ ബോസ് ഡയറീസ് എന്ന പോഡ്കാസ്റ്റിംഗ് എന്റേതാണ്. കേട്ട് കാണും? ഇല്ല. ഇല്ലേ? എൻ്റെ ഒരു പുതിയ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് 8 മാസമായിട്ടുള്ള പഠനങ്ങളാണ് ഇതെല്ലാം. ജനുവരി 24, 2020 ഷിംലയിൽ നടന്നൊരു ബാങ്ക് കൊള്ളയാണ്. 55 വയസ്സ് മുകളിൽ പ്രായമുള്ള ഒരു പുരുഷനും ഒരു യുവതിയുമാണ് ഇതിന് പിന്നിൽ. 2 പേരും മലയാളികളാണ്. ഇതുവരെ പിടിക്കപ്പെട്ടിട്ടുമില്ല. സോറി ടു സേ. സാമുവൽ ആൻഡ് ഹിസ് ഡോട്ടർ സ്റ്റെഫി, അവരാണ് 2 പേർ. താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? വിശ്വാസം വരുന്നില്ലല്ലേ? സാമുവൽ അയാളുടെ മകളും കേരളത്തിലേക്ക് വന്ന സമയം ഇവിടെ നടത്തിയ ബാങ്ക് ഇടപാടുകൾ, ഇതെല്ലാം ഷിംലയിലെ ഈ കൊള്ളയുമായി ബന്ധിപ്പിക്കാൻ എനിക്ക് സാധിക്കും. തനിക്ക് മുന്നേ സ്റ്റെഫിക്ക് പല അലയൻസുകളും വന്നു. എന്തായിരിക്കും നടക്കാതെ പോയത്? എന്തായിരിക്കും? ആ പെൺകുട്ടി
ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത് പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ആ വീട്ടിൽ സ്ഥിരമായി കേൾക്കുന്ന ചില അപശബ്ദങ്ങൾ, ഈ അടുത്തായി കേൾക്കുന്ന ചില നിലവിളികൾ അവർ കൊള്ള അവസാനിപ്പിച്ചിട്ടില്ല, തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. So I strongly believe Mr. Samuel and his daughter Steffi are criminals. Such a shocking news. ഇവരെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു മാസ്റ്റർ ബ്രെയിൻ, ഒരു അദൃശ്യ ശക്തി ഇവരുടെ പിന്നിലുണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സത്യമായിട്ട് ഞാനും വിശ്വസിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് തെളിയിക്കാൻ തന്റെ സഹായം വേണ്ടി വരും എനിക്ക്. ചെയ്തു തരാം, എന്ത് വേണം ചെയ്തു തരാം. Yeah, you have that spirit. Yeah, I know the spirit. ബോണിക്കൊരു പ്രശ്നം വന്നാൽ നീ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ബോണിക്ക് വേണ്ടി നീ എന്തും ചെയ്യും, കാരണം ബിച്ചു ബോണിയുടെ ഉയർന്നൻപൻ. അതാണ്. എടാ ഒന്നുമില്ല, ദേ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോ സ്റ്റെഫി ഇറങ്ങി വരും. അപ്പൊ അവളുടെ ഒരു ബാഗ് ഇരിപ്പുണ്ടാവും. നീ ചോദിച്ചാൽ തരില്ലാത്തോണ്ട് അതും തട്ടിപ്പറിച്ചിട്ട് ഇങ്ങോട്ട് പോരാ. അത്ര എടാ നീ ഒരു കാര്യം വിശ്വസിക്കുക, നീ ഇത് ചെയ്യുന്നതുകൊണ്ട് ബോണിക്ക് നല്ലതേ വരും. അതെ വരുന്നു. ചെല്ലി എന്താ ഐസ്ക്രീം തമ്പി അയ്യല്ല ദൃഷ്ടി പെട്ടാ നമ്മളത്. എടാ അതൊക്കെ വിട്. അവക്കെന്റെ മോ അറിയത്തില്ലേ? ഇത് വെച്ചോ, ഗ്ലാസ് ഉടയ്ക്കുന്ന കെട്ടിക്കോ. ബിച്ചു അറ്റാക്കിൽ കുട്ടിക്കൊന്നും പറ്റരുതേ. எல்லாமே போனிக்காகதான். உயிர் நண்பனுக்கு உடல் மண்ணுக்கு. ஹாய் நல்ல പറഞ്ഞ ശബ്ദമായ എനിക്ക് തലവർക്കത്തിന്റെ തോള പ്രയോഗം വേണ്ട. എടാ ബോണി, നീ എന്താ പറഞ്ഞത്? നിന്റെ കെട്ടിയോടെ കുഞ്ഞമ്മ അവിടെ കൂടെ ഉണ്ടെന്നോ? എടാ ഞാൻ നമ്മുടെ ബിച്ചുവിനെ അങ്ങോട്ട് വിട്ടണ്ടാ. ഇപ്പൊ കാര്യങ്ങൾക്ക് ഫുൾ ക്ലാരിറ്റി ആയിട്ട് ബിച്ചു ഇങ്ങോട്ട് വരൂടാ. ഒരൊറ്റ മിനിറ്റ് ബിച്ചുതേ വരുന്നുണ്ടാ. വണ്ടി എടുത്ത് തിരിച്ചിട്ടാ പോണി ചൊല്ല. ബിച്ചു നിന്റെ കാണാം പക്ഷെ എത്തുന്നില്ല. ഒറ്റ മിനിറ്റ്. ഇവിടെ ടൈൽസിന് പകരം ട്രെഡ്മില്ലാണെന്ന് തോന്നുന്നു. ബിച്ചു ആടാ വന്ന് കയറാ. എടുത്ത് പോടാ. എവിടെ നോക്കിയാലും ഇപ്പൊ കൊച്ചാണല്ലോ. എല്ലാം ഉണ്ടോന്ന് ചെക്ക് ചെയ്യണേ. ഒന്നിനും ടൈം കിട്ടിയില്ലതാ. ആരോ എന്നെ എന്തൊക്കെയോ നിന്ന്. അയ്യോ ഐസ്ക്രീം തമ്പി ചേട്ടൻ. എന്താ ഞാൻ ചുമ്മാ ഇടുന്ന് ഓടണം. ഇത് ഞാനല്ല, ഇതെന്റെ കൈയല്ല. ചേട്ടാ വിളിക്കണ്ട ചേട്ടാ, ഉറങ്ങട്ടെ. നല്ല ക്ഷീണം കാണും. കുരുവേ എന്തോ വിട്ടുപോയ പോലെ. ഗുഡ് മോർണിംഗ്. ബോഡി നല്ല ഉറക്കത്തിലായോണ്ടാ വിളിക്കാഞ്ഞേ. ഞാനും പപ്പയും പള്ളി പോയിട്ട് പെട്ടെന്ന് വരാട്ടോ. പിശാചികളുടെ അടുത്ത് ഒറ്റയ്ക്കായി പോരുന്നത് പറഞ്ഞിട്ട് എല്ലാ ഞായറാഴ്ച ഇവിടുത്തെ നൊട്ടോറിയസ് ക്രിമിനൽസ് പുറത്തു പോകുമ്പോൾ ഞാൻ ഈ വീട് ചുറ്റിപ്പറ്റി നടക്കാറുണ്ട്. പക്ഷെ ഇന്നേ വരെ ക്രൈം സ്പോട്ടിൽ നിന്ന് എനിക്ക് ഒരു തെളിവും ശേഖരിക്കാൻ പറ്റിയിട്ടില്ല. ക്യാൻ യു ഹെൽപ് മീ? ട്രസ്റ്റ് മീ, ഈ കേസ് തെളിയിക്കാൻ ഞാൻ എന്ത് റിസ്ക് എടുക്കും. ശരി. ചെരുപ്പൊന്നും ഇറ്റ്സ് ഓക്കെ. അത് മോശമല്ലേ? ഒറ്റ പ്രശ്നമല്ല. ബാ. ഓ സ്വീറ്റ് കൈൻഡ്. എന്താ വിറയ്ക്കുന്നേ? രാവിലെ അടിച്ചില്ലേ? നിഗൂഢതകൾ നിറഞ്ഞ ഈ വീട്ടിൽ നിന്നും എന്തും തെളിവായി ലഭിച്ചേക്കാം. യു ഷുഡന്റ് മിസ് ഇറ്റ്. ലെറ്റ് ബി എ ടൈനി പീസ് ഓഫ് ഗ്ലോബ് ഓർ ഒരു അജ്ഞാത കൊലപാതകി വരെ. എന്റെ പഠനങ്ങളാണ് ശരിയെന്ന് ഞാൻ ഇവിടെ തെളിയിക്കും. ഇവിടുത്തെ പപ്പേനെ കുറിച്ച് എന്തോ പറഞ്ഞിരുന്നില്ലേ അന്ന് കണ്ടപ്പോ? യെസ്, ഞാൻ പറഞ്ഞു. ഹീസ് എ ക്രിമിനൽ.
എന്റെ വൈഫിനെ കുറിച്ച് ഇവിടുത്തെ മോളെ കുറിച്ച് എന്തോ പറഞ്ഞിരുന്നില്ലേ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ക്രിമിനൽസ് ആയ ഒരു പപ്പയ്ക്കും മമ്മിക്കും ഉണ്ടായി ഒരു ബോൺ ക്രിമിനൽ ആണെന്ന് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഉറച്ചു നിൽക്കണം. നിൽക്കും. നോക്ക് എന്താ നോക്കൂ. വാവ്. ഹായ്. ഇതുകൊള്ള എന്താ അറിയില്ല, എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എടോ, ഇതാണ് ഈ വീട്ടിലെ പ്രശ്നം. ഇതിലെന്താ പ്രശ്നം? ഇത് ഇവിടുത്തെ മരിച്ചുപോയ മമ്മിയുടെ പ്രേതമാണോ? പ്രേതം. മൈ കണ്ടോളൻസസ്. മമ്മി, ബോണിക്ക് എന്നെ കല്യാണം കഴിച്ചതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല സ്റ്റെഫി. കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു. കുറച്ചുകൂടി. ഞാനേ പണ്ട് ഷിംലയിൽ പഠിക്കുമ്പോൾ എനിക്കൊരു നോർത്ത് ഇന്ത്യൻ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. നല്ല ഹൈറ്റിൽ നുണക്കുഴിയൊക്കെ ആയിട്ട് ഫുട്ബോൾ പ്ലെയറൊക്കെ ആയിരുന്നു. നീ കാര്യം പറ സ്റ്റെഫി. ഞങ്ങള് സംസാരിക്കുന്നതൊക്കെ ടെക്സ്റ്റ് മെസ്സേജസ് വഴിയായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ അയച്ച ടെക്സ്റ്റ് മെസ്സേജസ് ഒന്നും ആർക്കും ഞാൻ നേടിയെടുത്തു പപ്പ. കളിക്കും. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ആരും അറിഞ്ഞില്ല, പറഞ്ഞില്ല, വിളിച്ചില്ല, കേട്ടില്ല എന്നൊന്നും പറയണ്ട. എന്റെ വൈഫ് സ്റ്റെഫി, ഇവള് പ്രഗ്നന്റ് ആണ്. അന്ന് ഞാൻ പേടിച്ചോടിയതും പിന്നാലെ പനിച്ചു കിടന്നതും എന്നെ എത്തിച്ചത് ഷിംലയിലെ ലക്കാർ ബസാറിലെ ഒരു ഒറ്റപ്പെട്ട വീട്ടിലാണ്. അവിടെയാണ് മമ്മി സാമുവലിനും സ്റ്റെഫിക്കുമൊപ്പം ഏറെ കാലം ജീവിച്ചത്. പേടിച്ച് പനി പിടിച്ചിട്ട് ടൂർ പോയിരുത്തനെ ആദ്യമായിട്ട് കാണുന്നത്. എക്സ്ക്യൂസ് മീ. എന്തോ? ഞാൻ ഓരോ കാര്യങ്ങളും നന്നായി പഠിച്ചേ ചെയ്യാറുള്ളൂ. അങ്ങനെ ഒരു പഠനത്തിനിടയിൽ എൻ്റെ ഒരു പഴയ പ്രൊഫസർ, ദ ഗ്രേറ്റ് വിച്ച് വിസാർഡ്, മൈ മെന്റർ കാഞ്ചമ്മയുടെ ആത്മമിത്ര എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതിലെ കുറച്ച് കാര്യങ്ങൾ നിനക്ക് ഉപകാരപ്പെടും. പ്രത്യേകിച്ച് ആത്മാക്കളുമായി ഇടപെടുമ്പോൾ അവരുടെ സ്വഭാവം അറിഞ്ഞിരിക്കണം. മനുഷ്യ മനസ്സിനോട് വളരെയധികം സാമ്യതകൾ ആത്മാക്കൾക്കുണ്ട്. ഫോർ എക്സാമ്പിൾ, മനുഷ്യർക്കുണ്ടാവുന്ന എല്ലാ വികാരങ്ങളും ആത്മാക്കൾക്കുണ്ടാകാം. അതിലിപ്പം സ്നേഹം, വിഷമം, ദേഷ്യം, ഇവയെല്ലാം 10 ഇരട്ടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുമായിട്ടുള്ള ഇടപെടലുകൾ
വളരെ അപകടകരവും ഏത് നിമിഷവും മരണത്തിൽ വരെ എത്തിക്കാവുന്നതുമാണ്. ദാറ്റ് മീൻസ് ബോണി, യു ആർ ഇൻ എ വെരി ഡേഞ്ചറസ് സോൺ. ചില സമയങ്ങളിൽ മനുഷ്യരെ പോലെ തന്നെ ആത്മാക്കളെയും വിഷമിപ്പിക്കാനും ആശയക്കുഴപ്പത്തിലാക്കാനും സാധിക്കും. ഈ സമയം ആത്മാക്കളുടെ ശക്തി നന്നേ കുറഞ്ഞു വരികയും തന്മൂലം അവരെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും സാധിക്കും. കൺഫ്യൂഷൻ ആക്കുക. അതെങ്ങനെ? ഈ സ്റ്റെഫിയുടെ പപ്പയായിട്ട് സംസാരിച്ചിട്ടേ ഈ സ്റ്റെഫിയുടെ പിതൃത്വത്തിൽ നമുക്കൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ സ്റ്റെഫിയുടെ പപ്പയ്ക്കല്ലേ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്? അതെ, കൺഫ്യൂഷൻ ആയല്ലോ. എടാ ഞാൻ പറയട്ടെ, ഈ ഐഡിയ വർക്കാവൂലോ. ഇനി അടിയിട്ട് എനിക്ക് വയ്യ. അതെ, എന്റെ മമ്മി എന്നല്ല, ലോകത്തിലെ ഏതൊരു മമ്മിയും ഇമോഷണലി കൺഫ്യൂസ്ഡ് ആവുന്ന ഒരേ ഒരു അവസ്ഥയേ ഉള്ളൂ. മകളുടെ പ്രഗ്നൻസി വർക്കാവും. ചിരിക്കല്ലേ, ഇമോഷണൽ കൊള്ളാം. നീ ഒരുപാട് മണിരത്നം സിനിമകളൊക്കെ കാണാറുണ്ടല്ലേ? അല്ല, ആ ലെവൽ ഐഡിയാസ് വരുന്നേ. അപ്പോ ടെമ്പററി ആയിട്ട് നീ പ്രഗ്നന്റ് ആവുന്നു, മമ്മി കൺഫ്യൂസ്ഡ് ആകുന്നു, പിന്നീട് പെർമനന്റ് ആകുന്നു. വേണ്ട, നോക്കാം. സത്യം. ഞാൻ ഒരു മോചനം തുടങ്ങട്ടെ. ഇതാരത്? അപ്പ അമ്മ നിങ്ങളെന്താ ഇവിടെ? നീ പറഞ്ഞില്ലെങ്കിൽ നിന്റെ കാര്യങ്ങൾ ഞങ്ങൾ അറിയും. എന്നാലും സാമാന്യ മര്യാദക്ക് നിനക്ക് ഞങ്ങളോടൊന്ന് പറയാമായിരുന്നു. നിങ്ങളൊന്ന് നിർത്തിക്കേ. അവന് കുറച്ച് സമയം കൊടുക്ക. തോമസ് പറഞ്ഞിട്ടാലും നമ്മൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അവൻ നേരിട്ട് പറയാനിരിക്കുവായിരുന്നു. മോളെന്തിയടാ? മോളെ മോളെ നീയാണ് അപ്പൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തത്? അതെളിയാ, ഞാനാ പറഞ്ഞേ. എടാ, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകുമ്പോ കാരണവന്മാരൊരു പ്രസൻസ് ഉള്ളത് എന്തുകൊണ്ട് നല്ലതാ. അവനവിടെ ചെന്നുകൊണ്ട് നിങ്ങളുടെ മമ്മി എന്തായാലും വിശ്വസിക്കും. എടാ, ഇതൊക്കെ മുൻകൂട്ടി കണ്ടു അറിഞ്ഞും കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു അളിയനാണ് നിനക്കുള്ളത് തോർത്ത് അഭിമാനിക്കടാ. എടാ മലരമ്പൻ തഴിക്കവനെ, നിന്നെ ഞാൻ കുനിച്ചിരിച്ച് അഭിമാനിക്കുന്നുണ്ട്. നീ ഇങ്ങോട്ട് വാങ്ങട്. മോന്റെ മമ്മി ഇങ്ങ് എത്തിയല്ലോ, സന്തോഷായി. അവൾക്ക് തൊടുത്തല്ലോ. മോളെങ്കിലും ഞങ്ങളോട് വിവരം വിളിച്ച് പറയണ്ടേ? അറിഞ്ഞപ്പോ തന്നെ ഞങ്ങളിങ്ങ് പോന്നു. നിക്കണ്ടായിരുന്നോ? സൂക്ഷിച്ച്. അവിടെ ആവുമ്പോ ടിൻസി ഞാനും ഒക്കെ ഉണ്ടല്ലോ. മോളെ നമുക്ക് അങ്ങോട്ട് കൊണ്ടോ. ഞാൻ വേണം മോടെ പപ്പയോട് സംസാരിക്കാം, മിസ്റ്റർ സാമുവലിനോട്. പപ്പയ്ക്കൊന്ന് വിളിച്ചു പറഞ്ഞിട്ട് വരാൻ പാടില്ലായിരുന്നോ? വിളിച്ചു പറയാതെ വരാൻ അധികാരം ഉള്ളവരാണ് ഞങ്ങള്. ഒരു കുടുംബം വെച്ച് എന്താന്ന് എന്റെ വിചാരം? അല്ല, എല്ലാം ഇട്ടു പോയിട്ട് എന്നെ കൊണ്ട് പറയണ്ട. എന്റെ പപ്പ ദേഷ്യപ്പെടണ്ട. ഞാനും സ്റ്റെഫിയും കൂടി അങ്ങോട്ട് വരാൻ നിൽക്കുമല്ലോ. അല്ലേ സ്റ്റെഫി? ആ പോട്ടെ, ഒരു നല്ല ദിവസമായിക്കൊണ്ട് ഞാൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അതെ, എനിക്ക് ഡ്രസ് ഉണ്ട് പറഞ്ഞ. എവിടെ റൂമേ? ഡ്രസ് വാങ്ങാൻ പോകുന്നില്ലേ? അത് ശരി, നിനക്ക് അങ്ങോട്ട് വരാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ. ഞങ്ങൾ ഉടനെ പോകുന്നില്ല, 2 ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ. നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമുണ്ടോ? അല്ല കുഴപ്പമില്ല. നോക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങളുടെ കൊച്ചാ, പോടാ. പപ്പയെ കണ്ടില്ലല്ലോ. അതെ, ഞാൻ വിളിക്കാം. ഞാൻ പോയിട്ട് വരാം. ഞാൻ പോയി പപ്പനെ വിളിച്ചിട്ട് വരാം. നോയിക്കോളേ. ഇവനത് എന്നാ പറ്റി? അപ്പനാ പോകുന്ന ഇങ്ങനെ ഉണ്ടോ വരവേറ്റം? ഇവിടെ 2 പേർക്ക് താമസിക്കാണ് ഇത്രയും വെള്ളിക്കാട്ട് വീട് ഉണ്ടാക്കിയിട്ടേക്കുന്നത്. അവരാണ് കുറെ പഴയ സാധനങ്ങൾ കൂട്ടിയിട്ടേക്കുന്നു. ഞാൻ പറഞ്ഞ വല്ല തെറ്റുണ്ടോ? ഇയാൾക്ക് ആക്രി കച്ചവടമായിരുന്നോ? ചുമ്മാ ഒരു കങ്കാരു. മുടിഞ്ഞ വെയിറ്റാ കേട്ടോ. മോയല. നീ വാ, ഇനിയോണ്ട് ഞാൻ കാണിച്ചു തരാം. ഇയാളൊക്കെ നല്ല സ്ഥലത്തോടെ. എന്നടാ മിസ്റ്റർ സാമുവലിന് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. ഇയാൾ ഊണ് കഴിക്കുന്ന പ്ലേറ്റ് വൃത്തിയെ തൂക്കിയേക്കുന്നു. ഇയാൾ നിന്നോണ്ടാണോ കഴിക്കുന്നത്? അയാളെ എല്ലാം മനസ്സിലാക്കും. ഈ തെറ്റിയിൽ നിന്നൊക്കെ ഞാൻ പിന്തിരിപ്പിക്കും. എന്റെ മോന്റെ ഭാവി സുരക്ഷിത ഉറപ്പാണ്. ഇതെന്നാ മരുത്തുവാമലയോ? നീ ആരാ, അനുമാനോ? എടാ കൊച്ചി, ഈ സാധനങ്ങളൊക്കെ ആയിട്ട് എന്റെ പുറകെ എന്തിനാ നടക്കുന്നത്? ഞാൻ മിസ്റ്റർ സാമുവലിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കട്ടെ, എന്നിട്ട് മാറ്റിയാൽ മതി. എനിക്കാണ് വിശക്കുകയും ചെയ്യുന്നു. വിശപ്പ് പറഞ്ഞ പോലെ കഴിക്കണം. പക്ഷെ കഴിക്കണ 2 അടിക്കണം. അടിക്കണേ ഒന്ന് കുളിക്കണം. പുറത്തുനിന്ന് പൂട്ടിയിട്ടില്ലെങ്കിൽ തന്തപ്പടിയുടെ പണി പാളും. സ്റ്റെഫി, ഒന്നിങ്ങ് വന്നേ. എന്താ? ഇരിക്കേ.
എന്താ? അതെ, കൊളസ്ട്രോള്, പ്രഷർ, ഷുഗർ, അങ്ങനെ പല്ലുവേദന അടക്കം എല്ലാ അസുഖങ്ങളുള്ള മനുഷ്യനാണ്. അതിന് അതുകൊണ്ട് മമ്മീനോട് പറയണ ഒന്നും ചെയ്യരുത്. ബോണി എനിക്ക് പറയാനേ പറ്റുള്ളൂ. റൂൾസ് തെറ്റിച്ച എന്തായാലും അടി ഉറപ്പാ. മനസാക്ഷിയില്ലാത്ത മമ്മി. ഇതൊന്നും ഇവിടെ പറ്റൂല. വെള്ളമടിയോ? പിന്നെ വെള്ളമടിക്കാൻ പറ്റിയെന്ന് പറയും. ഇതെന്നാ ബോട്ടിലെ ധ്യാന കേന്ദ്രോ? നീ പോടാ, ട്രെയിനിലെ ലോക്കൽ കമ്പാർട്ട്മെന്റ് വരെ അടിച്ചിട്ടുള്ളതാണ്. ഞാൻ അടിക്കും. ഇവിടുത്തെ മമ്മിക്ക് പപ്പയ്ക്ക് ഇഷ്ടമല്ലോ തോന്നും. എന്നാ മപ്പയോ? മപ്പയല്ല പപ്പ. അയാൾ പോകാൻ പറഞ്ഞ. ഞാനേ ഇവിടെ വലിഞ്ഞു കയറി വന്നൊന്നുമല്ല. നിന്റെ അപ്പനായതുകൊണ്ട് ഇവിടെ വന്നേ. എന്റെ മോന്റെ ബന്ധുക്ക് വേണ്ടി ഞാൻ എവിടെ ശബ്ദം താത്തി പപ്പയ്ക്ക് അടിക്കണോ? അതിനൊരു വഴിയുണ്ട്. എന്തോ മറന്നു. മോനെ, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക. പിന്നെ മോളുടെ അച്ഛൻ നല്ല നിഷ്കളങ്കന, നല്ല മനുഷ്യനാ, കുട്ടികളുടെ മനസ്സാ. അതെ, അതുപോലെ തന്നെ നിന്റെ കാര്യത്തിലേക്ക് ഒരു മനസ്സമാധാനമുണ്ട്. നിനക്കൊരു നല്ല അപ്പനെ മാത്രമല്ല, നല്ലൊരു അമ്മായിപ്പനെ കൂടെ കിട്ടിയിട്ടുണ്ട്. എത്ര സമാധാനവും ശാന്തതയുള്ള വീട്. പറ്റുമെങ്കിൽ സമാധാനത്തിന് കുറച്ച് വെള്ളരിപ്രാവുകളെ മേടിച്ച് വീട്ടിൽ വളർത്തണമേ. ഇറങ്ങട്ടെ സാറേ, പോയേക്കുക. വാസവയെ പോവാം, നമ്മുടെ ഭവനത്തിലേക്ക് പോവാം. എന്തുകൊണ്ടും അവിടെയാണ് സുരക്ഷിതം. മമ്മി എന്ത്? എത്ര നാളായി? എന്ത്? ബോണി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ബോണിക്ക് മമ്മിയുടെ ദേഷ്യമൊന്നുമില്ലല്ലോ? ദേഷ്യമൊന്നുമില്ല. നമ്മുടെ റൂമിൽ ഇത്ര പ്രൈവസിയോടെ നമ്മൾ മാത്രം പപ്പയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കില് പൊളിയല്ലേ? ബോണി കുറച്ച് ഓവർ എക്സൈറ്റഡ് ആണോ? അത് ഞാൻ വെറുതെ ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറച്ചും കൂടി മോഡേൺ ലുക്കിലാവായിരുന്നു. മോഡേൺ മേക്കപ്പും മറ്റിങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇല്ലേ, മോഡേൺ ലുക്ക്. മോഡേൺ ലുക്കിൽ ഇങ്ങനെയുള്ള ഡ്രസ്സില്ല. എന്നിട്ട് അന്ന് അങ്ങനെയല്ലല്ലോ പറഞ്ഞേ, സാരി, മുല്ലപ്പൂ. അന്ന് തീർന്ന ശേഷം നല്ല മാറ്റം. ഇഷ്ടം കൊഴക്കിട്ടില്ല. ഇതാരാ? അത്യാവശ്യമൊന്നുമില്ലാത്ത കോളാണ്, ബിച്ചു ആണ്. ചുമ്മാ എടുക്ക്. എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുന്നതാണെങ്കിലോ? എന്റെ അത്ര അത്യാവശ്യമില്ല ഇവിടെ. പറയടാ. മധ്യലഹരിയിലേക്ക് ബിച്ചു, നന്ദിയുണ്ട്. ഞാൻ ബോണിയോട് വിളിക്കാൻ പറയാം. എന്താ ബോണി ഇത്? ബോണി എന്താ ഇത്? അവൻ മദ്യപിച്ച് ബോധമില്ലാതെ എന്തൊക്കെയോ പറയുന്നതാണ്. ബോണി എന്തിനാ എന്നോട് കള്ളം പറയണേ? നാളുണ്ടോ തനിക്ക്? ഞാൻ ഒറ്റ കാര്യല്ലേ പറഞ്ഞിട്ടുള്ളൂ. മമ്മിയുടെ കാര്യം ഒരു കുഞ്ഞിനോട് പറയരുത്. എന്നിട്ട് ഇതാണോ ചെയ്യുന്നത്? തോംസൺ ആയിരിക്കും പറഞ്ഞത്. അപ്പൊ ഇനി ഇത് അറിയാൻ ബാക്കി ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു നല്ല സുദിനത്തിൽ നമ്മൾ തൊട്ട് പോകരുത്. നിനക്ക് നിന്റെ കാര്യം മാത്രം നിന്നെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നിനക്ക് പറ്റണ്ടേ? എനിക്കല്ലേ കുഴപ്പം മൊത്തമുണ്ടായേ? ബോണി, ഞാൻ മമ്മിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞ് നല്ല അന്തസ്സായിട്ട് നിന്നെ കെട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നേ. മമ്മി ഉണ്ടെന്നല്ലേ പറഞ്ഞോളൂ. ഇങ്ങനെ ഒരു മമ്മിയാണെന്ന് പറഞ്ഞോ? നിനക്ക് പറയാനുള്ളത് നീ ആക്ച്വലി പറഞ്ഞു ഈ നാട്ടിലെ എല്ലാവരും അറിഞ്ഞില്ലേ? നീ ഒരു കാര്യം ചെയ്യും, ഒരു 10 വരെ കൂട്ടിട്ടോ. എന്നിട്ട് നിനക്ക് എന്ത് എക്സ്പെരിമെന്റ് ആണെന്ന് വെച്ചാൽ കണ്ടക്ട് ചെയ്തിട്ട് നിന്റെ മറ്റവന്മാരുടെ ഒക്കെ സംശയം. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഈ കഥ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? എനിക്ക് ഡൗട്ട് നീയും പ്രേതമാണോന്നാ. മോനെ, നീ നിന്റെ അധിപതിയും കൊണ്ട് ഇവിടെ ഇരുന്നാ മതി. ഇനി കൂടുതൽ നീ കാണിച്ചാൽ നിന്റെ അടവുകളെ പറ്റി ഞാൻ മമ്മിയെടുത്ത് പറഞ്ഞു കൊടുക്കും. നാണാവൂലേ? നഴ്സറി പിള്ളേരെ പോലെ എന്ത് പറഞ്ഞാൽ മമ്മിയുടെ പറഞ്ഞു കൊടുക്കും. മമ്മീനെ പിച്ചി, മമ്മീനെ മാന്തി. നാണാവൂലേ? വിളിക്ക് നിന്റെ മമ്മീനെ വിളിക്ക്. വരട്ടെ, വിളിക്ക് വരട്ടെ മമ്മി വരട്ടെ. എന്താ വിളിക്കുന്നില്ലേ? എനിക്കും ചിലത് പറയാനുണ്ട്. മോനെ, നിനക്ക് ഉറപ്പാണോ? നല്ല സീരിയസ് ആണ്. മമ്മി വരട്ടെ കൂടി വന്ന എനിക്ക് 2 ഏററിയും. ഐ ആം വെയിറ്റിംഗ്. ഇനി ഇക്കാര്യത്തിൽ എന്ത് സംഭവിച്ചാലും ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാണ്.
ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞതും ആ കള്ള സർട്ടിഫിക്കറ്റും ഒക്കെ ഇവന്റെ ഐഡിയ മമ്മി. I can explain, mommy. മമ്മി ഇത് അവളോട് പോയി ചോദിക്കും. ഞാനല്ല, ഇത് അവളുടെ ഐഡിയ ആണ്. ഞാൻ പാവാണ് മമ്മി. തള്ള റെസ്റ്റ് എടുക്കാൻ പോയോ? ആ നോക്കൂ, ഇതാണോ ബോണിച്ചായൻ ഉദ്ദേശിച്ച ഈ മോഡേൺ ലുക്ക്? എന്റെ അമ്മയുടെ മോഡൽ ലുക്ക് എങ്ങനെയാണോ? കഴുത്ത് വേദനിക്കുന്നുണ്ടോ? നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. ഓക്കെ മോനെ, മോനിത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് 3 മാസമല്ലേ ഉള്ളൂ. കഴിഞ്ഞ 22 കൊല്ലമായിട്ട് ഞാനിത് അനുഭവിച്ചോണ്ടിരിക്കുക. ഇനി ഡിവോഴ്സ് ചെയ്ത് പോകാൻ പറ്റുമോ? പറ്റൂല. എല്ലാം ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റുമോ? അതും പറ്റൂല. ഫോർ മൈ ഡോട്ടർ. എനിക്കറിയാം പാപ്പയ്ക്ക് സ്നേഹത്തിനോടുള്ള സ്നേഹം. ലൈഫിൽ ചെറിയ കോംപ്രമൈസ് ഒക്കെ ചെയ്യേണ്ടി വരും. അവളുമായിട്ടുള്ള സഹവാസം കാരണം എന്റെ മ്യൂസിക് വരെ മുരടിച്ചു പോയി. അറിയാം, അത് ഈ കൂട്ടത്തിൽ കയറ്റിവിടണ്ടായിരുന്നു. ബില്ല് മധ്യമുള്ള സ്ഥലത്ത് ഞങ്ങൾ ഇനി ഇരിക്കൂല. അതെ, അല്ലെങ്കിൽ 3 എന്റെയും കണക്ക്. കണക്ക് തുടങ്ങി. എന്താ മോനെ, വീടെത്തി. എത്ര പെട്ടെന്ന് എത്തിയാ? പപ്പനെ തോളത്തടിക്കട്ടെ? എന്റെ തോളത്ത് വേണോ? നൈസായിട്ടിരുന്നോ? നമ്മുടെ രണ്ടുപേരുടെയും അവസ്ഥ ഏകദേശം ഒരുപോലെയാണ്. വെരി സിമിലർ. നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരല്ലേ? അല്ലേ അല്ലേ? കാര്യം മാത്രമേ പറയാനുള്ളൂ. രാത്രിയൊക്കെ എനിക്ക് പകലുപോലെയാണ്, പകലൊക്കെ രാത്രി. വേണ്ടപ്പ, അങ്ങനെ ചെയ്യരുത്. വിഷമമായ? ഇല്ല, ഒട്ടുമില്ല. ഒരു മോന്റെ എന്റെ അവസ്ഥ എനിക്കറിയാം. ചായ കടി വേണ്ട. സമ്മതിക്കണം, 22 വർഷം ഒരു ജീവിതമല്ലാതെ മനുഷ്യൻ. ഈ സാമൂല ബോണിക്ക് പറ്റൂല. തള്ളേ കേറിയപ്പോ തന്നെ ഉപദ്രവിച്ചല്ലേ നിങ്ങൾ എന്നെ? നിങ്ങൾ മനസ്സിലാക്കും. പോയി മാറ്റ് വെച്ചുള്ള നിങ്ങളുടെ കളി അവസാനിച്ചില്ലല്ലോ ഇതുവരെ. ഏയ് മമ്മേ, നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാ. നിങ്ങളുടെ അവസാനമാണ്. മമ്മി ദ എൻഡ്. സ്റ്റെപ്പി സ്റ്റെപ്പി സ്റ്റെപ്പി. എണീപ്പിക്കണ്ട. എണീച്ചാലും ഇപ്പൊ എന്ത് ചെയ്യാനാ? ഇന്ന് എനിക്ക് 2 അറിയണം.
നനഞ്ഞ ചെരുപ്പിട്ട തള്ള നിങ്ങൾ എന്നെ മൂക്കി കേട്ടോ? ലോകത്തൊരു തള്ളാരും കാണിക്കാത്ത പരിപാടിയല്ലേ നിങ്ങൾ കാണിക്കുന്നത്? ആത്മാവെന്ന് വെച്ചൊരു മര്യാദയൊക്കെ വേണം. ആ ഒരു റൂൾസ് കാണിച്ചു തരാം ഞാൻ. തള്ള, നിങ്ങളുടെ ഈ വീട്ടിലുള്ള ആധിപത്യം ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇനി ഞാനാണ് ഇവിടെ കിങ്. എതിർക്കാൻ ശേഷി ഉണ്ടെങ്കിൽ ഞാൻ കാണട്ടെ. ആ പാവ മനുഷ്യന്റെ 22 വർഷം കാണുന്നില്ലല്ലോ. അടുക്കള കയറി ഒളിച്ചിരിക്കായിരിക്കും. 20 സെക്കൻഡ് അല്ല, 20 ദിവസം ഞാൻ ഫ്രിഡ്ജ് തുറന്നിട്ടാ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്നെ എന്ത് ചെയ്യും? നിങ്ങളുടെ മോളെ ഞാൻ സയന്റിസ്റ്റ് അല്ല ആക്കാൻ മോളെ. എന്റെ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ പട്ടീനെ കുളിപ്പിക്കും, പട്ടീനെ എന്നിട്ട് എടുപ്പിക്കും, പട്ടിയുടെ കാട്ടു എടുപ്പിക്കും, പട്ടിയുടെ ഡെലിവറി വരെ അവളെ കൊണ്ടെടുപ്പിക്കും. എന്ത് ചെയ്യും നിങ്ങൾ എന്നെ? പറ, എന്ത് ചെയ്യും നിങ്ങൾ എന്നെ? വീട്ടില് ചിട്ടയായിട്ട് സാധനങ്ങൾ അടുക്കി വെക്കണം അല്ലേ? ഷൂ ഞാൻ കയ്യിലിടും, കാലിലിടും. എവിടെ പോയി കിടക്കുവാ? ഓ, രാവിലെ പോലെ മേശയും കസേരയൊക്കെ വലിച്ചെറിഞ്ഞ് ക്ഷീണിച്ചിരിക്കായിരിക്കും അല്ലേ? അപ്പൊ ഓക്കെ, ബോണി കിടക്കുവാ. ഗുഡ് നൈറ്റ്. ബോണി, അയ്യോ, പ്രൊഫസറെ, പ്രൊഫസറെ, ചത്തുപോയോ? ചാച്ചുവാ. പ്രൊഫസറെ, പ്രൊഫസറെ, ബോണി, ബോണി, ഞാനാ ബോസ്, ബോസ്, ബോണി, ബോണി, തോംസൺ. ഞങ്ങളൊരു അത്യാവശ്യ കാര്യത്തിന് വന്നത്. പ്രൊഫസർക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ പറ്റൂ. പ്രൊഫസറെ കാണാൻ വെറും കൈയോടെ വന്നോടാ കന്നുകളെ. അയ്യോ അല്ല, പ്രൊഫസറെ കാണാൻ വരുമ്പോ ദക്ഷിണ ഇല്ലാതെ വരുവോ? എൻജോയ് മൈ ഗേൾ. ഇത് ബോണി ഈ അടുത്തൊരു കല്യാണം കഴിച്ചു. മണ്ടൻ. അമ്മായിമ്മയെ കൊണ്ട് വല്ലാത്ത ശല്യം, ദേഹോപദ്രവം ഉണ്ട്. എനിക്കും കിട്ടി. ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. പ്രൊഫസർ എങ്ങനെങ്കിലും ഒന്ന് സഹായിക്കണം. നിന്റെയൊക്കെ കുടുംബ പ്രശ്നം തീർക്കലാണോടാ എന്റെ പണി? അതല്ല വല്യമ്മച്ചി, ബോസ്ജി പറഞ്ഞത് തെറ്റിപ്പോയതാ. എന്റെ മദറിലോ മരിച്ചിട്ട് 22 years ആയി. അവക്ക് 5 വയസ്സുള്ളപ്പോ മരിച്ചതാ. ഇപ്പോഴും വൈഫിന്റെ കൂടെ തന്നെയുണ്ട്. കല്യാണം കഴിഞ്ഞ അന്ന് പോലെ ഇന്ന് വരെ എന്നെ നിലത്തിർത്തിയിട്ടില്ല. ഞാൻ ഈ വക ഇടപാടുകളൊക്കെ നിർത്തി നിനക്കറിയില്ലടാ. അയ്യോ അങ്ങനെ പറയല്ലേ. ഈ ഒരു കാര്യത്തില് ഭൂമിയിൽ ഞങ്ങളെ സഹായിക്കാൻ പ്രൊഫസർ മാത്രമേ ഉള്ളൂ. പൊയ്ക്കോ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല.
പോവാൻ. ഞാനിതൊരു മെന്റർ സ്റ്റുഡന്റിനെ ഇറക്കി വിട്ടായിട്ട് കാണുന്നുള്ളൂ കേട്ടോ. ചുരുട്ട് മത്സരിക്കുക വിശാശ്. ഡാ പയ്യനെ, നിന്റെ മുമ്പിൽ ഒരു മരണക്കെണി കാണുന്നുണ്ട്. കുതറി വീഴാതെ നോക്കിക്കോ. ചെറുപ്പല്ലേ? ബോണി, നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നീ ഒന്നിനെയും പൂർണ്ണമായിട്ടങ്ങ് തള്ളിക്കളയണ്ട. പ്രത്യേകിച്ച് കാഞ്ചമ്മ. കാഞ്ചമ്മ അവരടിച്ച് കിളിപോയൊരു കേസാണ്. എടാ, അവരെ വിശ്വസിക്കാതിരിക്കാനുള്ളൊരു ധൈര്യം എനിക്കില്ല. ചിരിച്ചു തള്ളല്ലേ ബോണി, പുള്ളിക്കാരി പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയില്ലേ? മരണക്കെണി ഉണ്ടെന്ന് പോയപ്പോ ഒരു വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. മമ്മി എന്തായി ചെയ്യുന്നേ? എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന മമ്മി? ഞാൻ കണ്ടില്ലായിരുന്ന കൊന്നാളെത്തില്ലായിരുന്നോ? ബോണി മാറ്. നിങ്ങൾ ആദ്യം എന്നെ കൊല്ല്. ഇത്രയും കാലം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച ഞാനല്ലേ തെറ്റുകാരി? ഈ പാവത്തിന് വിട്ടേക്ക്, എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. നിനക്കിതായിരുന്നില്ലേ ആദ്യം പോലെ വേണ്ടേ? അങ്ങനെ തന്നെ ആവട്ടെ. ബോണി എന്നു മുതൽ തുടങ്ങിയ അറിയോ? അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. സത്യത്തിൽ ഞാൻ നിങ്ങളെ സഹിക്കുമായിരുന്നു. എല്ലാ അമ്മമാരും മക്കളുടെ സൈഡ് കൂടി നോക്കും. എനിക്ക് ആകപ്പാട് പൊസസീവ്നെസ്സും സെൽഫിഷ്നെസ്സും മാത്രമുള്ള ഒരു അമ്മയെ കിട്ടിയേ. മമ്മി, ഞാൻ ഒരേ ഒരു കാര്യത്തിനല്ലേ മമ്മി എടുത്ത് ചോദിച്ചിട്ടുള്ളൂ. ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് പറഞ്ഞവർ എത്ര കാലമായിട്ടാ മമ്മി കാത്തിരിക്കുന്നത്? പപ്പയുടെ ഇൻഡ്യൂഷൻസ് ഒക്കെ തെറ്റായിരുന്നു പപ്പ. സോറി. എനിക്കെന്തിനാ ഇങ്ങനെ ഒരു അമ്മ? സത്യത്തിൽ നിങ്ങൾ തിരിച്ചു വരാതിരിക്കുന്നതായിരുന്നു നല്ലത്. मेरी योजना सफल रही. सही वक्त आ गया है. എന്നാ കട്ടന മുടിച്ചു. നിനക്ക് എന്താ പ്രശ്നമൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്തോ ഒന്ന് എനിക്ക് പറ്റിയിട്ടുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. തുറന്നു പറയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അല്ല, അങ്ങനൊരു ശീലം നമുക്കിടയില്ലല്ലോ. കാര്യം കാശയിലൊക്കെ കുറച്ച് കൂടുതലായിരുന്നു. എന്നാലും ആ പഴയ നിന്നെ എനിക്കിഷ്ടം. അറിഞ്ഞോ അറിയാതെയോ എല്ലാത്തിനും തുടക്കമിട്ടത് ഞാനാ. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ആയി തീരുമെന്ന് ഓർത്തിട്ടല്ല. ആദ്യവും എന്നെല്ലാം പറയുമ്പോൾ ഒരു തമാശയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതങ്ങനെയല്ലല്ലോ.
അങ്കിള് ഒന്നെങ്കിൽ ഇവർ ഒരുമിച്ച് തീരുമാനമെടുത്ത് സെപ്പറേറ്റഡ് ആവണം, അല്ലെങ്കിൽ പിന്നെ ഞാൻ മനസ്സുകൊണ്ട് പോലും അങ്ങനെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഞാനിപ്പോൾ നിങ്ങളെ കാണണം എന്ന് പറഞ്ഞാൽ തന്നെ വേറൊരു കാര്യത്തിനാണ്. ഷിംലയിൽ നിന്ന് കുറച്ച് പേര് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരാരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അവർക്ക് പപ്പേനെ സ്റ്റെഫിനെ അറിയാം. ആശാബ എന്ന് പറഞ്ഞ ഒരാളാണ് മമ്മിയുടെ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞത്. ഗ്രേസേ, ഞങ്ങളാരും കാണാത്ത ഒരു ലോകത്ത് നിന്ന് നീ തിരിച്ചു വന്നത് എന്നോട് സ്റ്റെഫിയോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് എനിക്കറിയാം. എന്നെക്കാൾ 10 മടങ്ങ് നമ്മുടെ കൊച്ചിനെ നിനക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷേ നിന്റെ ഈ അവസ്ഥ, അതാണ് പ്രശ്നം. നമ്മുടെ മോള്, അവളൊരു കുഞ്ഞല്ലല്ലോ, വളർന്ന് വലുതായില്ലേ, വിവാഹം കഴിഞ്ഞില്ലേ, അവക്കും വേണ്ടേ ഒരു നോർമൽ ലൈഫ്. നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ച ഗ്രേസേ, എനിക്കിഷ്ടമുണ്ടായിട്ട് പറയല്ല, നീ പോണം. നീ പോയേ പറ്റൂ, പോയേ പറ്റൂ. सैम्यूल, मैंने कहा था ना, ये तुम्हारी जिंदगी में डिजास्टर लाइक। तुमने सुना नहीं, पर मैं खुश हूं। अब जबकि तुम मान गए हो, तो मम्मी की जिम्मेदारी हमारी। ओके स्टेफी, थैंक यू। इससे पहले हम शुरू करें, 2 चीजों का ख्याल रखना होगा। पहला, मम्मी से जुड़ी सारी बिलोंगिंग्स हमें सौंपनी होंगी। ओके? बच्चे की तरह होती है, शरारती। वो मलयालम में क्या बोलते हैं, विकृति। दूसरी चीज, मम्मी के साथ जो बर्ताव है वो वैसा ही रहना चाहिए, बदलना नहीं चाहिए, नहीं तो खतरा है ना। सही समय और तारीख बता दी चाहिए। बॉनी पेडिकंडा, आई एम हियर। പണ്ടൊക്കെ ഇങ്ങനെ ആക്കുമ്പോ കത്തുമായിരുന്നു. നന്നായി. ഇപ്പൊ
ഇപ്പൊ കത്തിയില്ലേ? പ്രൊഫസറെ, നോർത്തിൽ നിന്നൊരു കൂട്ടർ വന്നിട്ടുണ്ട്. മമ്മിയുടെ കാര്യത്തിൽ അവർക്ക് ചിലത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്തു പറഞ്ഞു? ഇത്ര ശക്തിയുള്ള ഒരു ആത്മാവിനെ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞോ? ഇങ്ങനെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അത് വിശ്വസിക്കാൻ നിങ്ങളെപ്പോലുള്ള മണ്ടന്മാരും. അല്ല, അവരെ കണ്ടിട്ട് അങ്ങനെ സാധാരണക്കാരാണെന്ന് തോന്നുന്നില്ല. ഒരു പ്രത്യേകതരം ഡ്രസ്സിംഗ് ഒക്കെ ആയിട്ട്. കഴുത്തിലൊക്കെ മാൻകൊമ്പിന്റെ ടാറ്റു ഒക്കെ അടിച്ചിട്ട്. ഇതാണോ നിങ്ങൾ കണ്ട അടയാളം? അതെ, ഇത് തന്നെ. ബഹോഡകൾ ആത്മാക്കളെ തേടി ഈ ലോകം മുഴുവൻ അലയുന്നവർ. അവരൊരാത്മാവിനെ തേടി വരുന്നുണ്ടെങ്കിൽ അത് അത്രമാത്രം ശക്തിയുള്ളതായിരിക്കും. നിസ്സാരക്കാരല്ല ഈ ബഹോഡകൾ. ഈ ഭൂമിയിൽ പ്രകൃതി നിയമങ്ങൾക്കും മനുഷ്യർ കൽപ്പിക്കുന്ന സമയത്തിനും അതീതമായി ജീവിക്കുന്നവർ. അവരുടെ ദൃഷ്ടികളിൽ മനുഷ്യരെക്കാൾ കൂടുതൽ പതിയുന്നത് ആത്മാക്കളാണ്. ആത്മാക്കളിൽ ശക്തമായവ കണ്ടെത്തി അവരുടെ കുലത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയാണ് ആത്യന്തിക ലക്ഷ്യം. ബഹോഡകളുടെ വിശ്വാസമനുസരിച്ച് അമരാത്വൻ എന്ന വൃക്ഷത്തിന് കീഴിലായി ഭൂമിക്കടിയിൽ സഹസ്രാബ്ദങ്ങളായി കഴിയുന്ന മാക്ഷിതയാണ് ഇവരെ നിയന്ത്രിക്കുന്നത്. ശക്തമായ ഒരാത്മാവിനെ കണ്ടെത്തിയാൽ അവർ അതിനെ എന്ത് വില കൊടുത്ത് സ്വന്തമാക്കുകയും മാക്ഷിതയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യും. ആഷാബ എന്നത് ആത്മാക്കളെ തേടാനായി മാക്ഷിത ഉപയോഗിക്കുന്ന പുരോഹിത ശ്രേഷ്ഠന്റെ പേരാണ്. കർത്തവ്യ മികവിന്റെ അടിസ്ഥാനത്തിൽ ആഷാബ എന്ന സ്ഥാനം മാറിക്കൊണ്ടേയിരിക്കും. ബഹോഡകൾ സ്വന്തമാക്കിയാൽ എത്ര നല്ല ആത്മാക്കളെയും അവർ ദുഷ്ടാരൂപികളാക്കുകയും നികൃഷ്ടതകൾക്ക് ഉപയോഗിക്കുകയും ചെയ്യും. ഈ സമയം ആത്മാക്കൾ അനുഭവിക്കുന്ന വേദന നമ്മുടെയൊക്കെ ചിന്തകൾക്കും അതീതമായിരിക്കും. അമ്മീനെ വേദനിപ്പിക്കണമെന്ന് എനിക്കില്ല. കാഞ്ചമ്പയ്ക്ക് എന്തെങ്കിലും ഇതിലൊന്ന് ചെയ്തു തരാൻ പറ്റുമോ? എന്തെങ്കിലും. ഇതിനൊക്കെ ഒരു സമയവും കാലമുണ്ട്. എൻ്റേത് ഇത് രണ്ടും തെറ്റിക്കിടക്കുക. എന്തെങ്കിലും ഒന്ന് ചെയ്തു തരൂ. എന്റെ കയ്യിൽ ഒതുങ്ങില്ല. ചെല്ല്. ഈ പെയിന്റിങ്സ് മാത്രമല്ല, കുട്ടിക്കാലം മുതലുള്ള നിന്റെ ഉടുപ്പുകൾ, നിന്റെ പുസ്തകങ്ങൾ, നിനക്ക് കിട്ടിയ സമ്മാനങ്ങൾ. ഞാനവിടെ പോയപ്പോൾ കേട്ടത് എന്തൊക്കെയാണോ അതൊക്കെ തന്നെ ഇതിലുള്ളൂ. അവിടെയുള്ളവരെല്ലാം ആ അമ്മയും മോളെ ഇപ്പോഴും ഓർക്കുന്നു. അത്രയ്ക്കുണ്ട് അവരുടെ കഥകൾ. മരിച്ചു കഴിഞ്ഞിട്ടും 22 വർഷം സ്വന്തം മോളെ നോക്കാൻ വേണ്ടി ഒരമ്മ ഈ ഭൂമിയിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അതെന്തൊരമ്മയായിരിക്കും. Inse,
സ്റ്റെഫി 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 ഇത് നിർത്തിക്കോ. സ്റ്റെഫി മമ്മി ബോണി മമ്മി പോവാ. ഇത് കളയാതെ പിടിച്ചടാ വാടാ.
मैं तुम्हारी शक्ति को जानता हूं, पर अब ये वक्त मेरा है। मैं मनुष्य से नहीं लड़ता, केवल आत्माओं से। ഒരു കംബാക്കിന് പറ്റിയ അവസാന അവസരം എന്തേലൊക്കെ പോയി ചെയ്യും. പിടിക്കട, ഇനി കുറച്ച് പണിയുണ്ട്.
മമ്മി മമ്മി പോയി ബോണി. അതെന്റെ വൈഫാണ്. ഞാൻ വിചാരിച്ചു നിങ്ങൾ ചത്തുപോയിരുന്നു. But you are back. കൃത്യസമയത്ത് പ്രൊഫസർ വന്നുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് പറയാൻ വരട്ടെ. ബഹോഡകളുടെ ക്രയാംശക്കിൽ ഒരിക്കൽ ആവാഹിക്കപ്പെട്ട ആത്മാവിന്റെ ഒരു കണികയെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ആത്മാവിനെ തേടി അവർ വീണ്ടും വരും.